ഹലോ, വെൽക്കം ടു നീറ്റ്സ് അക്കാദമി. അപ്പൊ നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയിലെ എക്സാമിനുള്ള കെമിസ്ട്രി സിലബസ് ആണ്. അപ്പൊ കെമിസ്ട്രിയിലെ ബയോമോളിക്യൂൾസ് എന്നുള്ള ചാപ്റ്റർ പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബയോമോളിക്യൂൾസ് എന്താണെന്ന് അറിയാലോ? നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താ, അതൊക്കെ ഓർഗാനിക് മോളിക്യൂൾസ് ആണ് അല്ലെ? എന്ത് ടൈപ്പ് ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ് ആണ്? ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ മെറ്റബോളിക് പ്രോസസ്സ് അതേപോലെ മെയിൻ്റനൻസിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള മോളിക്യൂൾസിനാണ് നമ്മൾ എന്ത് പറയാ, ബയോ മോളിക്യൂൾസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മളുടെയൊക്കെ ബോഡിയിൽ ബേസിക് ആയിട്ട് കാണപ്പെടുന്ന ഓർഗാനിക് മോളിക്യൂൾസ്, കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഓർഗാനിക് മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് പറയാ, ബയോ മോളിക്യൂൾസ് എന്ന് പറയാം. ഓക്കെ, അത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? ദേ റേഞ്ച് ഫ്രം സ്മോൾ മോളിക്യൂൾസ് സച്ച് ആസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആൻഡ് ഹോർമോൺസ് ടു ലാർജ് മാക്രോ മോളിക്യൂൾസ് ലൈക്ക് പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ് എക്സെട്ര. അല്ലെ, ഓരോ ചെറിയ മെറ്റബോളിസത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചെറിയ മോളിക്യൂൾ തൊട്ട് ഏതുവരെ മാക്രോ മോളിക്യൂൾസ്, പോളിമേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ ബോഡിയിലുള്ള ഏതൊക്കെ, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, അതൊക്കെ വരെ ഇത് റേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ബയോമോളിക്യൂൾസ് നമ്മുടെ ബോഡിയിലുള്ളത്? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ട്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സ് പറഞ്ഞാൽ എന്താ? ഷുഗർ, സ്റ്റാർച്ച്, ഇതൊക്കെ നമ്മളുടെ എനർജി സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മോളിക്യൂൾസിനാണ് നമ്മൾ എന്താ പറയാ, കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയാം അല്ലെ. ലിപ്പിഡ്സ് എന്താണ്? ലിപ്പിഡ്സ് ആർ ഫാറ്റ്സ്, ഓയിൽസ് ആൻഡ് മെമ്പേഴ്സ് ദാറ്റ് സ്റ്റോർ എനർജി അല്ലെ. നമ്മൾ എനർജിനെ സ്റ്റോർ ചെയ്യുന്നത് ലിപ്പിഡിന്റെ രൂപത്തിലാണ്. ഓക്കെ, ആക്ട് ആസ് സിഗ്നലിംഗ് മോളിക്യൂൾസ് ആൻഡ് ഫോം സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിൽ ഉണ്ടല്ലോ ലിപ്പിഡ് കോമ്പണന്റ് ഉണ്ടല്ലോ സെൽ മെംബ്രെയിനിൽ. ഓക്കെ, നെക്സ്റ്റ് ആണ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് എന്താ? പോളി അമിനോ ആസിഡ്സ് ആണ്. ദേ മെയ്ഡ് ഓഫ് അമിനോ ആസിഡ്സ്. അത് ലിങ്ക് ചെയ്തിരിക്കുന്ന ഏത് ബോണ്ട് വഴിയാണ്? പോളി അമൈഡ് എന്ന് പറയില്ലേ, അമൈഡ് ബോണ്ട് വഴി അമിനോ ആസിഡ്സ് ലിങ്ക് ചെയ്ത് ഉണ്ടാവുന്ന മാക്രോ മോളിക്യൂൾസിനാണ് നമ്മൾ എന്ത് പറയാ, പ്രോട്ടീൻസ് എന്ന് പറയാം. ഓക്കെ, ദേ ആർ ക്രൂഷ്യൽ ഫോർ സ്ട്രക്ചറൽ സപ്പോർട്ട്, എൻസൈമാറ്റിക് കാറ്റാലിസിസ്, ട്രാൻസ്പോർട്ട് ആൻഡ് സിഗ്നലിംഗ് വിത്തിൻ സെൽസ്. നമ്മുടെ ബോഡിന്റെ സെല്ലിന്റെ സ്ട്രക്ചറിനെയോ അതേപോലെ എന്താ എൻസൈംസ് ഒക്കെ പ്രോട്ടീൻസ് അല്ലേ. ഓക്കെ, അങ്ങനെ പല രീതിയിൽ പ്രോട്ടീൻസ് നമുക്ക് എന്താണ്, ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ബോഡിക്ക്. ദെൻ ന്യൂക്ലിക് ആസിഡ്സ് ഏതൊക്കെയാണ്? DNA, RNA അല്ലെ. ഇതൊക്കെ എന്താണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബയോമോളിക്യൂൾസ് ആണ് നമ്മുടെ ബോഡിയിൽ. ഇനി ഓരോ ബയോമോളിക്യൂൾസ് ആയിട്ട് നോക്കാം. അതിൽ നമുക്ക് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള ബയോമോളിക്യൂൾ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സ് പറഞ്ഞാൽ എന്താ, ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, കാർബണും ഹൈഡ്രജനും ആയിരിക്കും അതിലെ മെയിൻ കോമ്പണന്റ് വരുന്നത്. കാർബണും ഹൈഡ്രജനും ഓക്സിജൻ. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സ് ആർ ഓർഗാനിക് compounds that consist of carbon, hydrogen and oxygen atoms in a ratio of approximately 1:2:1 അല്ലേ. എന്ന് വെച്ചാല് കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ ജനറലി റെപ്രസെന്റ് ചെയ്യുക CnH2O n ടൈംസ് എന്നാണ്. ഓക്കെ, അപ്പൊ അതിലെ കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും റേഷ്യോ എന്തായിരിക്കും? 1:2:1. ഓക്കെ, കോമൺലി ഇങ്ങനെയാണ്. പിന്നെ ഹൈഡ്രജൻ ഏതെങ്കിലും റീപ്ലേസ് ചെയ്ത് വേറെ ഗ്രൂപ്പ് വന്നാൽ റേഷ്യോ മാറും. എന്നാലും ജനറലി നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഫോർമുല പറയാം CnH2O n ടൈംസ് എന്നാണ്. അതിൽ കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെ റേഷ്യോ എന്തായിരിക്കും? 1:2:1. ഓക്കെ, then they serve as primary source of energy for living organisms. അറിയാലോ, ഗ്ലൂക്കോസ് ഒക്കെ അല്ലേ നമ്മളുടെ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി. അതൊരു കാർബോഹൈഡ്രേറ്റ് ആണ്. നെക്സ്റ്റ് കാർബോഹൈഡ്രേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞാല് മോണോസാക്കറൈഡ്, ഡൈസാക്കറൈഡ്, ഒളിഗോസാക്കറൈഡ്, അത് പോളിസാക്കറൈഡ് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ എത്ര കാർബോഹൈഡ്രേറ്റ് യൂണിറ്റ്സ് ഉണ്ട് ഒരു മോളിക്യൂളില് എന്നുള്ളതിനനുസരിച്ച്. ഒരു മോളിക്യൂളിൽ ഒരൊറ്റ കാർബോഹൈഡ്രേറ്റ് യൂണിറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ മോണോസാക്കറൈഡ് എന്ന് പറയും. ഓക്കെ, ഒറ്റ കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾ മാത്രമേ ഉള്ളെങ്കിൽ മോണോസാക്കറൈഡ് എന്ന് പറയും. മോണോസാക്കറൈഡിനെ പിന്നീട് ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റില്ല. ദേ ക്യാൻ ബി ഹൈഡ്രോളൈസ്ഡ് ഇൻടു സ്മോളർ യൂണിറ്റ്സ്. കാരണം അതാണ് ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് രണ്ട് കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾസ് കണ്ടൻസ് ചെയ്തുണ്ടായ ഒരു ഡൈമർ, അതാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഡൈസാക്കറൈഡ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ എത്രത്തോളം കാർബോഹൈഡ്രേറ്റ് യൂണിറ്റ്സ് ഉണ്ട് ഒരു മോളിക്യൂള് എന്നുള്ളതിനനുസരിച്ച് ഉള്ള ക്ലാസിഫിക്കേഷൻ ആണ് മോണോസാക്കറൈഡ്, ഡൈസാക്കറൈഡ്, ഒളിഗോസാക്കറൈഡ്, പോളിസാക്കറൈഡ്.
ആ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് ഓരോന്ന് നോക്കാം. മോണോസാക്കറൈഡ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു, സിംപ്ലസ്റ്റ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതിലാകെ ഒരൊറ്റ ഷുഗർ മോളിക്യൂൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ പ്രത്യേകത എന്താ, ദേ കനോട്ട് ബി ഹൈഡ്രോളൈസ്ഡ് ഇൻ ടു സ്മോളർ യൂണിറ്റ്സ്. കാരണം അതാണ് സ്മോളസ്റ്റ് യൂണിറ്റ് അല്ലെ. പിന്നെ അതിന് ഹൈഡ്രോളിസിസ് പോസിബിൾ അല്ല. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഗ്ലൂക്കോസ് എന്താണ്, നമ്മളുടെ പ്രൈമറി സോഴ്സ് ഓഫ് എനർജിയാണ് അല്ലെ സെല്ലിലെ. ഓക്കെ, ഫ്രക്ടോസ് എന്താണ്, ഫ്രക്ടോസ് ഇസ് ഓൾസോ നോൺ ആസ് ഫ്രൂട്ട് ഷുഗർ. അപ്പൊ ഫ്രൂട്ട് ഷുഗർ എന്ന് പറയുന്നത് ഏതിനെയാണ്, ഫ്രക്ടോസിനെയാണ്, ഗ്ലൂക്കോസിനെ അല്ല കേട്ടോ. ഗാലക്ടോസ് എന്ന് പറഞ്ഞാൽ എന്താ, മിൽക്കിലുള്ള ഷുഗർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്താ, ഡൈസാക്കറൈഡ്. ഡൈസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈമർ ആണ്. എന്ന് വെച്ചാൽ അതിൽ 2 ഷുഗർ യൂണിറ്റ്സ് ഉണ്ടാവും. കോമ്പോസ്റ്റ് ഓഫ് 2 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ലിങ്ക് ടുഗദർ ബൈ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഓക്കെ, ഈ കാർബോഹൈഡ്രേറ്റ്സിനെ അല്ലെങ്കിൽ ഷുഗർ യൂണിറ്റ്സിനെ കണക്ട് ചെയ്യുന്ന ബോണ്ട് ഏതാണ്, ഗ്ലൈക്കോസിഡിക്. നമ്മൾ അമിനോ ആസിഡ് പ്രോട്ടീനിൽ പറഞ്ഞു ഏതാണ്, പെപ്റ്റൈഡ് ബോണ്ട് ആണെന്ന് പറഞ്ഞു. അതുപോലെ കാർബോഹൈഡ്രേറ്റ്സിലുള്ള കണക്ട് ചെയ്യുന്ന ബോണ്ട് ഏതാണ്, ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ്. ഓക്കെ, ഗ്ലൂക്കോസിലുള്ളത് ഗ്ലൈക്കോസിഡിക് ബോണ്ട്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇനി ഏതാണ് എക്സാമ്പിൾസ്, ഡൈസാക്കറൈഡ്സ് ആണ് നോക്കുന്നത്. സുക്രോസ്, സുക്രോസിന്റെ കോമ്പണൻസ് ഏതൊക്കെയാണ്, ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസും. ഓക്കെ, ഇറ്റ്സ് കോമൺലി നോൺ ആസ് ടേബിൾ ഷുഗർ. നമ്മൾ ഫ്രൂട്ട് ഷുഗർ എന്ന് പറയുന്നത് ഫ്രക്ടോസ് ആണ് പറഞ്ഞു. അതുപോലെ സുക്രോസ് ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ടേബിൾ ഷുഗർ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ആണ് ലാക്ടോസ്. ലാക്ടോസ് ഇസ് കോമ്പോസ്റ്റ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. ഗ്ലൂക്കോസ് എല്ലാത്തിലും ഉണ്ടല്ലോ. സോ എക്സ്ട്രാ വരുന്ന ആളാരാണ് നോക്കിയാൽ മതി. സുക്രോസിലുള്ളത് ഫ്രക്ടോസ് ആണ്, ലാക്ടോസിലുള്ളത് ഗാലക്ടോസ് ആണ്. ഓക്കെ, ഇതിന്റെ പേര് പറയുമ്പോൾ തന്നെ ആ ഒരു സിമിലാരിറ്റി തോന്നി, സുക്രോസ്, ഫ്രക്ടോസ്. ഓക്കെ, ദെൻ ലാക്ടോസ്, ഗാലക്ടോസ്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ലാക്ടോസ് ഇസ് ഫൗണ്ട് ഇൻ മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്ട്സ്. ദെൻ നെക്സ്റ്റ് ഡൈസാക്കറൈഡ് ആണ് മാൽട്ടോസ്. മാൽട്ടോസ് ഇസ് കോമ്പോസ്റ്റ് ഓഫ് 2 ഗ്ലൂക്കോസ് യൂണിറ്റ്സ്. ഓക്കെ, ഇതെപ്പോഴാണ്, ഇറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദി ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച്. സ്റ്റാർച്ചിന്റെ ഡൈജഷനിൽ ഒരു സ്റ്റെപ്പിലാണ് എന്തുണ്ടാവുന്നത്, മാൽട്ടോസ് ഉണ്ടാവുന്നത്. നമ്മൾ ഏതൊക്കെ ഡൈസാക്കറൈഡ് പഠിച്ചു, ഒന്ന് സുക്രോസ്. സുക്രോസ് എന്താണ്, ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് അല്ലേ. ദെൻ ലാക്ടോസ്, ലാക്ടോസ് ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ്. ദെൻ ഉള്ളത് മാൽട്ടോസ്. മാൽട്ടോസ് എന്താണ്, 2 ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ചേർന്നാണ് മാൽട്ടോസ്. ഓക്കെ, സോ ഇതിന്റെ കോമ്പണൻസ് പഠിച്ചിരിക്കണം. ഇതിൽ ചിലതിന് കോമൺ നെയിം ഉണ്ടല്ലോ, ഫ്രക്ടോസിന് ഫ്രൂട്ട് ഷുഗർ എന്നുണ്ട്. അതുപോലെ ടേബിൾ ഷുഗർ എന്ന് പറയുന്നത് എന്താണ്, സുക്രോസിനെയാണ്. അവളുടെ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി ഗ്ലൂക്കോസ് ആണ്. അപ്പൊ അതൊക്കെ ഓർത്തിരിക്കണം. ഇനി നെക്സ്റ്റ് വൺ, ഒളിഗോസാക്കറൈഡ്സ്. ഒളിഗോസാക്കറൈഡ്സ് എന്താണ്, ദേ കൺസിസ്റ്റ് ഓഫ് 3 to 10 മോണോസാക്കറൈഡ് യൂണിറ്റ്സ്. ഓക്കെ, എന്താണ്, അതില് 3 to 10 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ആവും ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഒരു മോളിക്യൂളിനെയാണ് നമ്മൾ എന്താ പറയാ, ഒളിഗോസാക്കറൈഡ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഒളിഗോസാക്കറൈഡിൽ എത്ര യൂണിറ്റ്സ് ഉണ്ടാവും, 3 ഷുഗർ യൂണിറ്റ്സ് ഉള്ള മോളിക്യൂൾ ഉണ്ടാവാം, 4 ഉള്ള ഉണ്ടാവാം, 5 ഉള്ള ഉണ്ടാവാം. അങ്ങനെ ഒളിഗോസാക്കറൈഡ്സിൽ തന്നെ പല പല ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒളിഗോസാക്കറൈഡ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ട്രൈസാക്കറൈഡ്സ്, ടെട്രാസാക്കറൈഡ്സ്, പെന്റാസാക്കറൈഡ്സ് ആൻഡ് സോ ഓൺ. എന്തിനെ ബേസ് ചെയ്തിട്ട്, ഒളിഗോസാക്കറൈഡ്സിൽ 3 to 10 ഷുഗർ മോളിക്യൂൾസ്, ഷുഗർ യൂണിറ്റ്സ് ഉണ്ടാവും. സോ 3 ഷുഗർ യൂണിറ്റ്സ് ഉള്ള മോളിക്യൂൾ ആണെങ്കിൽ അതിന് നമ്മൾ ട്രൈസാക്കറൈഡ് എന്ന് പറയും. ഓക്കെ, സോ ട്രൈസാക്കറൈഡ് എന്താ, ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് 3 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ലിങ്ക് ടുഗദർ ബൈ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഓക്കെ, സോ ട്രൈസാക്കറൈഡിന് എക്സാമ്പിൾ ആണ് റാഫിനോസ്. റാഫിനോസിലെ കോമ്പണൻസ് ആരൊക്കെയാണ്, ഒരു ഗ്ലൂക്കോസും ഒരു ഗാലക്ടോസും ഒരു ഫ്രക്ടോസും. ഓക്കെ, റാഫിനോസിൽ ഒരു ട്രൈസാക്കറൈഡ് ആണ്. അതിലെ കോമ്പണൻസ് ആണ് ഗ്ലൂക്കോസ്, ഗാലക്ടോസ് ആൻഡ് ഫ്രക്ടോസ്. ഓക്കെ, ഓർത്തിരിക്കണം. നമ്മൾ പറഞ്ഞു ഇനി ടെട്രാസാക്കറൈഡ്. ഓക്കെ, ഒളിഗോസാക്കറൈഡിൽ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്, ടെട്രാസാക്കറൈഡ്സ്. അതിൽ എത്ര ഷുഗർ യൂണിറ്റ്സ് ഉണ്ടാവും, ടെട്ര എന്ന് പറഞ്ഞാൽ 4 ആണല്ലേ. സോ ടെട്രാസാക്കറൈഡ്സ് വിൽ ബി ഹാവിംഗ് 4 ഷുഗർ യൂണിറ്റ്സ് കമ്പൈൻഡ് ടുഗദർ ബൈ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ് സെസമോസ്. അതിൽ ആരൊക്കെയാ ഉള്ളത്, 2 ഗാലക്ടോസ്, 1 ഫ്രക്ടോസ് ആൻഡ് 1 ഗ്ലൂക്കോസ് യൂണിറ്റ്. ഓക്കെ, സെസമോസിലെ കോമ്പണൻസ് ആരൊക്കെയാണ്, 2 ഗാലക്ടോസ് ഉണ്ട്, ഒരു ഫ്രക്ടോസ് ഉണ്ട്, ഒരു ഗ്ലൂക്കോസ് യൂണിറ്റും ഉണ്ട്. ഓക്കെ,
നെക്സ്റ്റ് വണ് പെന്റാസാക്കറൈഡ്. എന്തായിരിക്കും? 5 ഷുഗർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്ത മോളിക്യൂൾ ആയിരിക്കും അല്ലെ. അതിന് എക്സാമ്പിൾ ആണ് വെർബസ്കോസ്. അതിൽ ആരൊക്കെയുണ്ട്? 3 ഗാലക്ടോസ്, 1 ഫ്രക്ടോസ് ആൻഡ് 1 ഗ്ലൂക്കോസ് യൂണിറ്റ്സ്. ഓക്കെ, സോ നമ്മൾ ഒളിഗോസാക്കറൈഡ്സ് പഠിച്ചു, അതിന് എക്സാമ്പിൾസും നോക്കി അല്ലെ. ഒളിഗോസാക്കറൈഡ്സിൽ എങ്ങനെയാണ് വരിക? ഒളിഗോസാക്കറൈഡ് പറഞ്ഞാൽ 3 to 10 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് കമ്പൈൻ ചെയ്ത ആൾക്കാരാണ്. അതിൽ ട്രൈസാക്കറൈഡ്, അതിന് എക്സാമ്പിൾ ആണ് റഫിനോസ്. റഫിനോസിൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് അതൊക്കെയാണ് കോമ്പണൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ആണ് ടെട്രാസാക്കറൈഡ്സ്. അതിന് എക്സാമ്പിൾ ആണ് സെസമോസ്. അതിൽ 2 ഗാലക്ടോസും 1 ഫ്രക്ടോസും 1 ഗ്ലൂക്കോസും ആണ് കോമ്പണൻസ് ആയിട്ട് വരുന്നത്. ദെൻ പെന്റാസാക്കറൈഡ്, അതേതാണ്? വെർബസ്കോസ് ഒരു എക്സാമ്പിൾ ആണ്. 3 ഗാലക്ടോസ് യൂണിറ്റ്സും 1 ഫ്രക്ടോസ് യൂണിറ്റും 1 ഗ്ലൂക്കോസ് യൂണിറ്റും ആണ് ഉള്ളത്. ഓക്കെ, ഇനി ഇതിങ്ങനെ കൂടുതലായി പോകും. ഹെക്സാസാക്കറൈഡ് ഉണ്ടാവും 6 ഷുഗർ യൂണിറ്റ്സ് ഉള്ളത്. പിന്നെ ഹെപ്റ്റാസാക്കറൈഡ് ഉണ്ടാവും 7 ഷുഗർ യൂണിറ്റ് ഉള്ളത്. അങ്ങനെ 10 വരെ പോകും. ഓക്കെ, അടുത്തതാണ്. അപ്പൊ നമ്മൾ ഒളിഗോസാക്കറൈഡ്സ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? പോളിസാക്കറൈഡ്സ്. പോളിസാക്കറൈഡ് പറഞ്ഞാല് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് സ്ട്രക്ചേഴ്സ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പോളിസാക്കറൈഡ്സ് എന്ന് പറയാം. ദേ ആർ കോമ്പോസ്റ്റ് ഓഫ് മെനി മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ലിങ്ക് ടുഗദർ. നമുക്ക് കറക്റ്റ് ഒരു എണ്ണം ഒന്നും പറയാൻ പറ്റില്ല. മറ്റേതിൽ 7, 8, 9 എന്ന് പറഞ്ഞ പോലെ എത്ര എണ്ണം മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് എന്ത്? പോളിസാക്കറൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, പോളിസാക്കറൈഡിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ ആണ് എന്ത്? സ്റ്റാർച്ച് അല്ലെ. സ്റ്റാർച്ച് എന്താണ്? സ്റ്റോറേജ് മോളിക്യൂൾ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സില് ഇപ്പൊ നമ്മൾ ഗ്ലൂക്കോസ് ഒക്കെ പറയുന്ന പോലെ പ്ലാന്റ്സിലുള്ളതാണ് എന്ത്? സ്റ്റാർച്ച്. ഇറ്റ്സ് കൺസിസ്റ്റിംഗ് ഓഫ് ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ലിങ്ക് ടുഗദർ ബൈ alpha-1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഓക്കെ, ഈ ബോണ്ട്സ് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാർച്ചിൽ ഐ മീൻ പോളിസാക്കറൈഡ്സിലൊക്കെ ഉള്ള ലിങ്കേജ് ഏതാണെന്ന് ചോദിക്കും. അപ്പൊ സ്റ്റാർച്ചിലുള്ള ലിങ്കേജ് ഏതാണ്? alpha-1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഓക്കെ, ദെൻ ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ എന്താണ്? നമ്മൾ ഗ്ലൂക്കോസിനെ പ്രൈമറി എനർജി സോഴ്സ് ആയിട്ട് ഉപയോഗിക്കണം. പിന്നെ ഗ്ലൂക്കോസിന്റെ സ്റ്റോർഡ് ഫോം എന്താണ്? ഗ്ലൈക്കോജൻ ആണ് അല്ലെ. സോ ഗ്ലൈക്കോജൻ ഇസ് എ സ്റ്റോറേജ് പോളിസാക്കറൈഡ് ഇൻ ആനിമൽസ്. സ്റ്റാർച്ച് പ്ലാന്റ്സിൽ എന്ന് പറഞ്ഞ പോലെ ആനിമൽസിലുള്ള ആളാരാണ്? ഗ്ലൈക്കോജൻ ആണ്. ഓക്കെ, അത് സ്ട്രക്ചർ ഒക്കെ സ്റ്റാർച്ചിന് സിമിലർ ആണ്. പക്ഷെ എന്താണ്? ഇതിൽ നല്ല ബ്രാഞ്ചിങ് ഉള്ള സ്ട്രക്ചർ ആണ് ഗ്ലൈക്കോജൻ. ദെൻ സെല്ലുലോസ്. സെല്ലുലോസ് എന്താണ്? പ്ലാന്റ് സെൽ വാളിന്റെ കോമ്പണന്റ് ആണ് അല്ലെ. It's consisting of glucose units linked together by beta-1,4 glycosidic bond. സ്റ്റാർച്ചിൽ നമ്മൾ പറഞ്ഞ alpha-1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആയിരുന്നു. സെല്ലുലോസിൽ ഏതാണ്? beta-1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ കൈറ്റിൻ. കൈറ്റിൻ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൽവാൾ ഓഫ് ഫഞ്ചൈന്റെ സെൽവാളിലൊക്കെ ഉള്ള കോമ്പണന്റ് ആണ് കൈറ്റിൻ. ഓക്കെ, ഇറ്റ്സ് കോമ്പോസ്റ്റ് ഓഫ് എന്താണ്? മോഡിഫൈഡ് ഗ്ലൂക്കോസ് യൂണിറ്റ്സ്. അപ്പൊ പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് എത്ര എണ്ണം യൂണിറ്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റൂല. ഒരുപാട് ഷുഗർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടായ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? പോളിസാക്കറൈഡ്സ് എന്ന് പറയാം. അപ്പൊ ഇതിന് എക്സാമ്പിൾസ് ആണ് സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ്, കൈറ്റിൻ, ഇതൊക്കെ. ഓക്കെ, സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റിലെ സ്റ്റോറേജ് മോളിക്യൂൾ ആണ്. ഓക്കെ, അതില് ലിങ്കേജ് പറയുന്നത് alpha-1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ്. ദെൻ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ആനിമൽസിലെ സ്റ്റോറേജ് മോളിക്യൂൾ ആണ്. സെല്ലുലോസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റിന്റെ സെൽ വാളിലെ കോമ്പണന്റ് ആണ്. അതിലുള്ളത് beta-1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ്. പിന്നെ കൈറ്റിൻ. കൈറ്റിൻ ഏതിലുള്ളതാണ്? സെൽ വാൾ ഓഫ് ഫഞ്ചൈന്റെ സെൽ വാളിലൊക്കെ കാണുന്ന കോമ്പണന്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ നോക്കിയത് നമ്പർ ഓഫ് ഷുഗർ യൂണിറ്റ്സിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ. മോണോസാക്കറൈഡ് കണ്ടു, പിന്നെ ഡൈസാക്കറൈഡ് കണ്ടു, ഒളിഗോസാക്കറൈഡ് കണ്ടു, പോളിസാക്കറൈഡ് കണ്ടു. ഓക്കെ, ഇനി മോണോസാക്കറൈഡ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ്. മോണോസാക്കറൈഡ്സ് പറഞ്ഞാൽ അതിൽ ഒറ്റ ഷുഗർ യൂണിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. ദേ കാൺ ബി ഫർദർ ഹൈഡ്രലൈസ്ഡ്, അങ്ങനെയല്ലേ പറഞ്ഞു. അപ്പൊ നമ്മൾ എക്സാമ്പിൾ നോക്കി ഏതൊക്കെ? ഗ്ലൂക്കോസ് നോക്കി, ഫ്രക്ടോസ് നോക്കി, ഗാലക്ടോസ് നോക്കി അല്ലെ. സോ ഇങ്ങനത്തെ മോണോസാക്കറൈഡ്സിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ആണ് ഇനി അടുത്തതായിട്ട് നടത്താൻ പോകുന്നത്. ഓക്കെ, ഇത് ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ബേസിസിൽ വെച്ചാൽ ഈ ഒരു ഷുഗർ യൂണിറ്റിൽ എത്ര നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു ഇതിന്റെ ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ CnH2O n ടൈംസ് ആണ് അല്ലേ. സോ ഈ n എന്താണ് എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
മോണോസാക്രൈഡിലെ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് എന്നതിന് ബേസ് ചെയ്ത്. അപ്പൊ അങ്ങനെ ക്ലാസിഫിക്കേഷൻ ആണ് ട്രയോസ്. ട്രയോസ് എന്ന് പറഞ്ഞാൽ എന്താ? മോണോസാക്രൈഡ് വിത്ത് 3 കാർബൺ ആറ്റംസ്. 3 കാർബൺ ആറ്റമുള്ള മോണോസാക്രൈഡ് ഷുഗർ യൂണിറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രയോസ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആണ് ഗ്ലിസറാൾഡിഹൈഡ് ആൻഡ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ. ഗ്ലിസറാൾഡിഹൈഡും ഡൈഹൈഡ്രോക്സി അസറ്റോൺ. ഓക്കെ. ഇനി 4 കാർബൺ ആറ്റമുള്ള മോണോസാക്രൈഡിന് നമ്മൾ എന്ത് പറയും? ടെട്രോസ് എന്ന് പറയും. ടെട്രോസ് ഷുഗർ. ഓക്കെ. ടെട്രോസിന് എക്സാമ്പിൾ എന്താണ്? എറിത്രോസ്, എറിത്രുലോസ്, ഇതൊക്കെ ടെട്രോസിന് എക്സാമ്പിൾ ആണ്. അതിൽ 4 കാർബൺ ആറ്റംസ് ഉണ്ടാവും. ദെൻ പെന്റോസ്. പെന്റോസ് ഷുഗർ പറഞ്ഞാൽ എന്താ? ഷുഗർ മോളിക്യൂൾ ഹാവിംഗ് 5 കാർബൺ ആറ്റംസ്. ഓക്കെ. 5 കാർബൺ ആറ്റംസിലെ എക്സാമ്പിൾ എന്താ? റൈബോ ഷുഗർ, അതേപോലെ റിബുലോസ്, അതൊക്കെ പെന്റോസിന് എക്സാമ്പിൾ ആണ്. ദെൻ ഹെക്സോസ്. ഹെക്സോസ് പറഞ്ഞാൽ എന്താ? മോണോസാക്രൈഡ്സ് വിത്ത് 6 കാർബൺ ആറ്റംസ് അല്ലേ? ഹെക്സോസിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ആദ്യം നോക്കിയില്ലേ? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ഇവരെ. ഓക്കെ. ഇനി ഹെപ്റ്റോസ് എന്തായിരിക്കും? മോണോസാക്രൈഡ്സ് വിത്ത് 7 കാർബൺ ആറ്റംസ്. അതിന് എക്സാമ്പിൾ ആണ് സെഡോ ഹെപ്റ്റിലോസ്. ഓക്കെ. സെഡോ ഹെപ്റ്റിലോസ്. അപ്പൊ നമ്മൾ നമ്പർ ഓഫ് കാർബൺ ആറ്റംസിനെ ബേസ് ചെയ്തിട്ട് മോണോസാക്രൈഡ്സ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കി അല്ലെ? ടെട്രോസ്, ട്രയോസ്, പെന്റോസ്, ഹെക്സോസ്, അങ്ങനെ. ഇനി നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ. ബേസ്ഡ് ഓൺ ഫങ്ഷണൽ ഗ്രൂപ്പ്. കാർബോഹൈഡ്രേറ്റ്സിന്റെ ലീനിയർ സ്ട്രക്ചറിൽ ഇത് സൈക്ലിക് ആയിട്ടും കാണപ്പെടും. പക്ഷെ അതിന്റെ സൈക്ലിക് അല്ലാത്ത സ്ട്രക്ചറിൽ 2 ഫങ്ഷണൽ ഗ്രൂപ്പ്സിനാണ് പോസിബിലിറ്റി ഉള്ളത്. ഒന്നെങ്കിൽ CHO വരാം, അല്ലെങ്കിൽ CO വരാം. ഓക്കെ. ഇങ്ങനെ ആൾഡിഹൈഡ് എൻഡിലുള്ള കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ അതിന് നമ്മൾ ആൽഡോസ് എന്ന് പറയും. ഓക്കെ. അപ്പൊ ആൽഡോസ് എന്താ? മോണോസാക്രൈഡ്സ് കണ്ടെയ്നിങ് ആൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആസ് എ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആൾഡിഹൈഡ് അല്ല കീറ്റോ ഗ്രൂപ്പ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? കീറ്റോസ് എന്ന് പറയും. ഓക്കെ. അപ്പൊ കീറ്റോസിന് എന്തായിരിക്കും? ആൾഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടാവില്ല, കീറ്റോ ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. സോ ആൽഡോസും കീറ്റോസും എന്താണ്? ക്ലിയർ ആയല്ലോ. എക്സാമ്പിൾ നോക്കാം. ഗ്ലൂക്കോസിൽ റൈബോസ് എന്നൊക്കെ പറയുന്നത് ഏതാണ്? ആൽഡോസസ് ആണ്. ദേർ ആൽഡോസസ്. അപ്പൊ അവരുടെ സ്ട്രക്ചറിൽ എന്തുണ്ടാവും? ഒരു CHO ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക, CO ആയിരിക്കില്ല ഉണ്ടാവുക. നേരെ മറിച്ച് ഫ്രക്ടോസ്, അതേപോലെ ഡൈഹൈഡ്രോക്സി അസറ്റോൺ, ഇതിലൊക്കെ ഏതാണുള്ളത്? കീറ്റോ ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. ഓക്കെ. അല്ലാതെ ഏതല്ല? ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ല. ഒരു എക്സാമ്പിൾ നോക്കാം. ഇതാരാണ്? ഗ്ലിസറാൾഡിഹൈഡ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ ട്രയോസിൽ ഗ്ലിസറാൾഡിഹൈഡും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ആണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നോക്കിയത്. ഓക്കെ. ഗ്ലിസറാൾഡിഹൈഡിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? CHO. അപ്പൊ ഗ്ലിസറാൾഡിഹൈഡ് ഈസ് ആൻ ആൽഡോസ് എന്ന് നമുക്ക് പറയാൻ പറ്റും, ഇല്ലേ? ഇനി നെക്സ്റ്റ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ. ഇതിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? CHO ഇല്ല, മറിച്ച് CO ആണ് ഉള്ളത്. സോ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഏതാണ്? ഒരു കീറ്റോസ് ആണ്, ഒരു ട്രയോസ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ? പിന്നെ മാത്രമല്ല അതൊരു കീറ്റോസും കൂടിയാണ്. സോ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഇസ് എ ട്രയോസ് കീറ്റോസ് ആൻഡ് ഗ്ലിസറാൾഡിഹൈഡ് ഇസ് എ ട്രയോസ് ആൽഡോസ്. ഓക്കെ. നമ്മൾ മുന്നേ പറഞ്ഞ എക്സാമ്പിൾസിൽ ഏതൊക്കെ എങ്ങനെയൊക്കെയാ വരുന്നത് നോക്കാം. ട്രയോസ് നമ്മൾ പറഞ്ഞ ഗ്ലിസറാൾഡിഹൈഡ് ആൽഡോസ് ആണ് അല്ലെ? അതേപോലെ ഡൈഹൈഡ്രോക്സി അസറ്റോൺ കീറ്റോസ് ആണ്. ഇനി എറിത്രോസ്, ടെട്രോസിലോ? എറിത്രോസ് ഇസ് എ ടെട്രോസ് ആൽഡോസ്, അങ്ങനെയാണ് വരിക. ആൻഡ് എറിത്രിലോസ് ഇസ് എ ടെട്രോസ് കീറ്റോസ്. ഓക്കെ. അപ്പൊ എറിത്രിലോസിൽ ഏതായിരിക്കും? കീറ്റോ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് പെൻഡോസ് ഷുഗർസിലോ? റൈബോസ്. റൈബോസ് ഇസ് എ പെൻഡോസ് ആൽഡോസ്. ഓക്കെ. നെക്സ്റ്റ് റിബുലോസ് ഇസ് എ പെൻഡോസ് കീറ്റോസ്. ഓക്കെ. ഇനി ഹെക്സോസ് ഷുഗേഴ്സിലോ? ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് എന്താണ്? ഇറ്റ്സ് എ ഹെക്സോസ് ആൽഡോസ് ആൻഡ് ഫ്രക്ടോസ് ഇസ് എ ഹെക്സോസ് കീറ്റോസ്. ഓക്കെ. അങ്ങനെ ഒരു മോളിക്യൂള് ആൽഡോസ് ആണ് കീറ്റോസ് ആണോ എന്ന് പറയാൻ അറിയണം, അതിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്നും പറയാൻ അറിയണം. ഓക്കെ. അങ്ങനെയാണ് ആ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഈ മോളിക്യൂൾസ് ഒക്കെ സൈക്ലിക് ആയിട്ടും കാണപ്പെടുന്നുണ്ട്, ലീനിയർ ആയിട്ടും കാണപ്പെടുന്നുണ്ട് അല്ലെ? ലീനിയർ ആവുമ്പോൾ ഉള്ളത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് അതൊരു ആൽഡോസ് ആണോ കീറ്റോസ് ആണോ നോക്കിയത്. ലീനിയർ ആവുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് നോക്കിയിട്ട്. ഓക്കെ. ഇനി അതിന് സൈക്ലിക് ഫോം ഉണ്ട്, ഇതിനൊക്കെ സൈക്ലിക് ഫോമും ഉണ്ട്. ഓക്കെ. സൈക്ലിക് ഫോം എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാല്, ഓക്കെ, ഈ കാർബണിലേക്ക് ഇവിടുത്തെ ഒരു കൈറൽ കാർബൺ അറ്റാക്ക് ചെയ്തിട്ടാണ് കാർബണിലേക്ക്
അറ്റാക്ക് നടന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, സൈക്ലിക് ഫോം ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നോക്കാം. സൈക്ലിക് ഫോമിൽ 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് ഫ്യൂറനോസ്, ഒന്ന് പൈറനോസ്. ഓക്കെ, ഫ്യൂറനോസ് എന്ന് പറഞ്ഞാല് 5 മെമ്പേർഡ് റിംഗ് വിത്ത് ആൻ ഓക്സിജൻ ആണ്. ഈ സ്ട്രക്ചർ നോക്കുക, ഇതിൽ ഓക്സിജൻ ഉൾപ്പെടെ ഈ റിംഗിൽ എത്ര മെമ്പേഴ്സ് ഉള്ളൂ? 5 മെമ്പേഴ്സ് ഉള്ളൂ. 6ാമത്തെ കാർബൺ എവിടെയാണ്? ഇവിടെയാണ്, അല്ലെ? നേരെ മറിച്ച് ഈ റിംഗിലോ, ഇതിൽ ഓക്സിജൻ ഉൾപ്പെടെ റിംഗിൽ 6 മെമ്പേഴ്സ് ഉണ്ട്. സോ ഇതൊരു ഫ്യൂറനോസ് റിംഗ് ആണ്, ഫ്യൂറനോസ് റിംഗ്. അപ്പോ 5 മെമ്പേഴ്സ് ഉള്ള റിംഗിനെ നമ്മൾ എന്ത് പറയും? ഫ്യൂറനോസ് റിംഗ് എന്ന് പറയും. 6 മെമ്പേഴ്സ് ഉള്ളതിന് നമ്മൾ പൈറനോസ് റിംഗ് എന്ന് പറയും. ഓക്കെ, ഫ്രക്ടോസിന്റെ റിംഗ് സ്ട്രക്ചർ 5 മെമ്പേഴ്സ് ഉള്ള റിംഗ് ആയിട്ടാണ് നമ്മൾക്ക് കിട്ടുക. അപ്പൊ അതിനെ നമ്മൾ ഫ്യൂറനോസ് എന്ന് പറയും. സോ ഫ്രക്ടോസിലുള്ളത് ഫ്യൂറനോസ് റിംഗ് ആണ്. ഗ്ലൂക്കോസിലുള്ളത് ഏതാണ്? പൈറനോസ് റിംഗ് ആണ്. രണ്ടിലും 6 കാർബൺ ആറ്റംസ് ആണുള്ളത്. പക്ഷെ ഈ റിംഗ് സ്ട്രക്ചറിലെ റിംഗിൽ എത്രത്തോളം മെമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കിയിട്ടാണ് എന്ത് പറയാം, ഫ്യൂറനോസ് ആണോ പൈറനോസ് ആണോ എന്ന് പറയാം. ഓക്കെ, സോ ഫ്രക്ടോസിന്റെ റിംഗ് സ്ട്രക്ചറിൽ ഏതാണ്? ഫ്യൂറനോസ് റിംഗ് ആണുള്ളത്. ഗ്ലൂക്കോസിൽ ഏതാ റിംഗ് ഉള്ളത്? പൈറനോസ് റിംഗ് ആണ് ഉള്ളത്. ഓക്കെ, സോ അങ്ങനെയും ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഈ മോണോസാക്രൈഡ്സിന്റെ കേസിൽ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ഡി ആൻഡ് എൽ നൊട്ടേഷൻ. ഡി ഗ്ലൂക്കോസ്, എൽ ഗ്ലൂക്കോസ്, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഇത് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ഒരു മോളിക്യൂളിൽ ഡി ആണോ എൽ ആണോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക, ഇതാണ് ഗ്ലിസറാൾഡിഹൈഡിന്റെ ഫോം അല്ലെ? ഗ്ലിസറാൾഡിഹൈഡ്. ഗ്ലിസറാൾഡിഹൈഡിനോട് റെഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ മോളിക്യൂളിന്റെ ഒക്കെ എന്ത് പറയാ, ബാക്കിയുള്ള മോളിക്യൂൾസ് ഡി ആണോ എൽ ആണോ എന്ന് പറയാം. ഓക്കെ, ഗ്ലിസറാൾഡിഹൈഡില് ഈ CH2OHന്റെ അടുത്തുള്ള കൈറാൽ കാർബൺ ഉണ്ടല്ലോ, ഇതിൽ ആകെ ഒരു കൈറാൽ കാർബണേ ഉള്ളൂ. കൈറാൽ കാർബൺ പറഞ്ഞാൽ എന്താ? കാർബൺ ഹാവിംഗ് 4 വാലൻസീസ് സാറ്റിസ്ഫൈഡ് ബൈ 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ്, അല്ലെ? കാർബണിലെ 4 വാലൻസീസും 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് വെച്ചിട്ടാണ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളെങ്കിൽ ആ കാർബണിനെ നമ്മൾ എന്ത് പറയും? കൈറാൽ കാർബൺ എന്ന് പറയും. ഗ്ലിസറാൾഡിഹൈഡിൽ 2ാമത്തെ കാർബൺ ആണ് എന്ത്? കൈറാൽ കാർബൺ ആയിട്ട് വന്നിട്ടുള്ളത്, ഈ കാർബൺ, അല്ലെ? സോ ഈ കൈറാൽ കാർബണിലുള്ള OH ഗ്രൂപ്പ് റൈറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ ആ ഗ്ലിസറാൾഡിഹൈഡിനെ ഡി ഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറയും. ഓക്കെ, നേരെ മറിച്ച് ഈ OH ഗ്രൂപ്പ് CH2OH CHO OH H. ഓക്കെ, ഇങ്ങനെ ലെഫ്റ്റിലാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? എൽ ഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറയും. സോ ഈ ലെഫ്റ്റത്തെ വെച്ച് ഓർത്തിരുന്നാൽ മതി. ലെഫ്റ്റിലാണെങ്കിൽ എൽ, ഓക്കെ, സോ റൈറ്റിലാണെങ്കിൽ ഡി, അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, സോ ഗ്ലിസറാൾ ഏത് കാർബൺ ആറ്റത്തിനെ നോക്കണേ? ഈ CH2OHനോട് ഏറ്റവും അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തിനെ നോക്കണം കേട്ടോ. ഡി ആൻഡ് ഐസോമേഴ്സ് പറയുമ്പോൾ താഴെ നിന്ന് ഏറ്റവും ആദ്യമുള്ള കൈറാൽ കാർബൺ, അതിൽ OH. ലെഫ്റ്റിലാണെങ്കിൽ നമ്മൾ ഈ കോമ്പൗണ്ടിന് എന്ത് പറയും? മോളിക്യൂളിന് എന്ത് പറയും? എൽ ഐസോമർ എന്ന് പറയും. അതേപോലെ റൈറ്റിലാണെങ്കിൽ എന്ത് പറയും? ഡി ഐസോമർ എന്ന് പറയും. ഓക്കെ, അത്രേ ഉള്ളൂ ഇതിലെ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഈ CH2OHന് ഏറ്റവും അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഈ കാർബൺ ആറ്റത്തിൽ OH ഏതാണ്? റൈറ്റ് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്ലൂക്കോസ് നമ്മൾ ഡി ഗ്ലൂക്കോസ് എന്നാണ് പറയാം. ഓക്കെ, നേരെ മറിച്ച് ഇവിടെയോ ഇതിലെ OH ലെഫ്റ്റ് സൈഡിലാണ്. സോ അത് എൽ ഗ്ലൂക്കോസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് ഡി ആൻഡ് എൽ നൊട്ടേഷൻ വരിക. മനസ്സിലായോ? അപ്പൊ ഡി ആൻഡ് എൽ നൊട്ടേഷൻ എങ്ങനെ? ഏറ്റവും CH2OHനോട് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള കാർബൺ, കൈറാൽ കാർബണിൽ OH ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ അതിനെ എൽ ഐസോമർ, എൽ മോളിക്യൂൾ എന്ന് പറയാം. OH റൈറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ഡി മോളിക്യൂൾ എന്ന് പറയും. ഓക്കെ, ഇനി ഈ ഡിയും എല്ലും ഒക്കെ ഉണ്ടല്ലോ, ഇത് രണ്ടും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും. ഓക്കെ, ഇതിലെ കൈറാൽ കാർബൺ, ഈ ബാക്കിയുള്ള കാർബൺസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഈ കൈറാൽ കാർബൺസ് മാത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതെന്താണ്? ഡി ആൻഡ് എൽ എന്ന് പറയുന്നത് എനാൻഷിയോമാസ് ആണ്, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണ്, അല്ലെ? അതുകൊണ്ട് തന്നെ ഒന്ന് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിരിക്കും, ഒന്ന് ലേവോ റൊട്ടേറ്ററി ആയിരിക്കും. ഇതൊക്കെ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. ഇതെന്താണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് പറയാൻ കാരണം? ദേ ആർ എനാൻഷിയോമേഴ്സ്, മീനിങ് എന്താണ്? ദേ ആർ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ.
അല്ലേ? ഓക്കെ, ഇനി ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഒന്ന് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെങ്കിൽ ഒന്ന് ലേവോ റൊട്ടേറ്ററി ആയിരിക്കും. ഓക്കെ, അത് ഓർത്തിരിക്കും. ഇതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നോക്ക്, ഇത് ഫ്രക്ടോസ് ആണ്. ഫ്രക്ടോസിന്റെ CH2OH അഡ്ജസന്റ് ആയിട്ടുള്ള കാർബൺ, കൈറാൽ കാർബണിൽ OH റൈറ്റ് സൈഡിൽ വന്നു. അപ്പൊ ഏതായിരുന്നു? ഇനി CH2OH അഡ്ജസന്റ് ആയിട്ടുള്ള കാർബണിൽ OH ലെഫ്റ്റ് സൈഡിൽ വന്നാൽ L ഫ്രക്ടോസ്. ഓക്കെ, ഇനി നമുക്ക് ടെട്രോസിലുള്ള എക്സാമ്പിൾസ് നോക്കാം. ഇത് നോക്കി, ഇത് എറിത്രോസ് ആണ്. എറിത്രോസിൽ CH2OH അഡ്ജസ്റ്റന്റ് ആയ കാർബണിൽ OH ലെഫ്റ്റ് സൈഡിൽ വന്നു. ലെഫ്റ്റിൽ വന്നാൽ L എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, ഇനി ഇത് ഈ മോളിക്യൂൾ നോക്കാം. ഇത് എറിത്രോസ് തന്നെയാണ്. ഇതിൽ CH2OH അടുത്തുള്ള കാർബണിലെ OH എങ്ങോട്ട് വന്നു? റൈറ്റിൽ വന്നു. സോ ദിസ് വിൽ ബി ഡി എറിത്രോസ്. ഓക്കെ, ഇനി ത്രയോസ് നോക്കാം. ത്രയോസിലോ ആദ്യത്തേല് ഈ OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. സോ അത് L ആയിരിക്കും. രണ്ടാമത്തേതില് ഈ OH എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലാണ്. സോ അത് ഡി ഐസോമർ ആയിരിക്കും. ഓക്കെ, സോ ഡി ആൻഡ് എൽ നമുക്ക് സ്ട്രക്ചർ കണ്ടാൽ കണ്ടുപിടിക്കാൻ കഴിയണം. ഏത് കൈറാൽ ആറ്റത്തിനെയാണ് നോക്കുക? താഴെയുള്ള, ഏറ്റവും താഴെ ആദ്യത്തിലുള്ള കൈറാൽ കാർബണിനെയാണ് നോക്കുക. ഓക്കെ, സോ ഈ CH2OH അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള കാർബൺ ആയിരിക്കും എന്ത്? ആദ്യത്തെ കൈറാൽ കാർബൺ. അല്ലെങ്കിൽ നമ്മൾ കാർബണൈൽ ഗ്രൂപ്പിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള കൈറാൽ കാർബൺ, അങ്ങനെയും നോക്കാം. രണ്ടും ഒരാളിനെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ടേം എപ്പിമേഴ്സ്. നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് പറയുമ്പോൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ടേമാണ് അനോമർ, എപ്പിമർ, ഇതൊക്കെ അല്ലേ? അപ്പൊ എപ്പിമർ എന്താണെന്ന് നോക്കാം. ഓക്കെ, epimers are carbohydrates which vary in one position for the placement of OH group. Okay, രണ്ട് കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾസ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇതില് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആകെ ഒരൊറ്റ കൈറാൽ കാർബണിലെ OH ഗ്രൂപ്പിലും H ഗ്രൂപ്പിലും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാർബൺ ആറ്റംസിലൊക്കെ ഒരേപോലെ ആയിരിക്കും മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ഒരേ ഡയറക്ഷനിൽ. OH റൈറ്റ് ആണെങ്കിൽ മറ്റേതിലും OH റൈറ്റ്, ഒന്നില് OH ലെഫ്റ്റ് ആണെങ്കിൽ മറ്റേതിലും OH ലെഫ്റ്റ്, അങ്ങനെ. പക്ഷെ ഒരു കാർബൺ ആറ്റത്തിൽ മാത്രം ആദ്യത്തേൽ OH റൈറ്റ് ആണെങ്കിൽ രണ്ടാമത്തേതിൽ എന്തായിരിക്കും? OH ലെഫ്റ്റിലായിരിക്കും. അങ്ങനെ ഒരൊറ്റ കാർബൺ ആറ്റത്തിൽ മാത്രം ഈ OH പൊസിഷനിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ രണ്ട് മോളിക്യൂൾസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പിമേഴ്സ് എന്ന്. ഓക്കെ, എപ്പിമേഴ്സ്. അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഏത് ഡി ആൻഡ് എൽ ഐസോമേഴ്സ് പറഞ്ഞില്ലേ, ഇത് ആക്ച്വലി എപ്പിമേഴ്സ് ആണോ? ഇത് എപ്പിമേഴ്സ് അല്ല. കാരണം ഡി ഗ്ലൂക്കോസ് ഒരു കാർബണിൽ മാത്രമല്ല അറേഞ്ച്മെന്റ് വ്യത്യാസമുള്ളത്, 4 കാർബണിലെ അറേഞ്ച്മെന്റിന് വ്യത്യാസം ഉണ്ടാവും, ഇല്ലേ? ഇവിടെ റൈറ്റ് ആണെങ്കിൽ ഇവിടെ ലെഫ്റ്റ്, ഇവിടെ ലെഫ്റ്റ് ഉണ്ടാവും. സോ ഡി ആൻഡ് എൽ ഐസോമേഴ്സ് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു ഡി ഐസോമർ, ഒരു എൽ ഐസോമർ എന്ന് പറയുന്നത് എന്താണ്? എപ്പിമർ ആവണം എന്നില്ല. ഓക്കെ, എപ്പിമേഴ്സ് വിൽ ഡിഫർ ഓൺലി ഇൻ ദി പൊസിഷൻ ഓഫ് OH ഗ്രൂപ്പ് ഓഫ് ഓൺലി 1 കാർബൺ. ഓക്കെ, ഒന്നിലധികം കാർബൺസിൽ ആ ഒരു ഡിഫറൻസ് വരില്ല. ഒരൊറ്റ കാർബണിലെ OH പൊസിഷനിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? എപ്പിമേഴ്സ് എന്ന് പറയും. അത് ഏത് കാർബണും ആവട്ടോ. ഇവിടെ CH, ഇപ്പൊ നമ്മൾ ഹെക്സോസ് ആണ് ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിക്കുക, CH2OH. സോ ഇത് കാർബൺ 1 ആയിരിക്കും, 2, 3, 4. ഓക്കെ, ഇതിലേത് കാർബണിന്റെ പൊസിഷനിലും ഡിഫറൻസ് വരാം. പക്ഷെ ബാക്കി 3 കാർബൺസിലും ഒരേപോലെ ആയിരിക്കണം നമ്മളെ അറേഞ്ച്മെന്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ എപ്പിമേഴ്സ് എന്ന് പറയും. എക്സാമ്പിൾ എന്താണ്? ഡി ഗ്ലൂക്കോസ് നോക്കുക. ഡി ഗ്ലൂക്കോസ് എങ്ങനെയാണ് നമ്മൾ പറയുക? CH2OH, OH, OH, OH ലെഫ്റ്റ് സൈഡിൽ, പിന്നെ OH റൈറ്റ് സൈഡിൽ, അല്ലേ? നേരെ മറിച്ച് ഡി ഗാലക്ടോസ് നോക്കുകയാണെങ്കിൽ, ഇത് ഡി ആവാൻ കാരണം എന്താ? എല്ലാത്തിന്റെയും താഴെയുള്ള OH റൈറ്റ് സൈഡിലാണ്. ഓക്കെ, ഡി ഗാലക്ടോസ് നോക്കുകയാണെങ്കിൽ OH, OH, ഇവിടെ ഗ്ലൂക്കോസിൽ റൈറ്റ് ഉള്ള ആള് ഇവിടെ ലെഫ്റ്റ് വന്നു. ബാക്കി എല്ലാതും സെയിം പോലെ തന്നെ, സെയിം ഒരേപോലെ തന്നെ. സോ ഗ്ലൂക്കോസും ഗാലക്ടോസും എന്താണ്? എപ്പിമേഴ്സ് ആണ്. എപ്പിമേഴ്സ് ആണെന്ന് പറഞ്ഞാൽ പോരെ, നമ്മൾ പറഞ്ഞ ഏത് കാർബൺ ആറ്റത്തിലും വ്യത്യാസം വരും. സോ ഏത് കാർബൺ ആറ്റത്തിലാണ് ആ അറേഞ്ച്മെന്റിന് ഡിഫറൻസ് ഉള്ളതെന്ന് നമ്മൾ എന്ത് പറയണം? സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, സോ ഗ്ലൂക്കോസും ഗാലക്ടോസും എങ്ങനെ വന്നേ? C4 എപ്പിമേഴ്സ് ആണ്. ഇങ്ങോട്ട് നോക്കുക, ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആർ C4 എപ്പിമേഴ്സ്. എങ്ങനെ നമ്പർ ചെയ്യുക? ആദ്യം ആൽഡിഹൈഡ് ഗ്രൂപ്പിന് 1, 2,
3 4 5 6 അല്ലേ? നോക്കുക. അപ്പൊ ഇതില് നാലാമത്തെ കാർബണിലല്ലേ നമുക്ക് ആ ഡിഫറൻസ് വന്നത്. സോ ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആർ C4 എപ്പിമേഴ്സ് എന്ന് പറയാം. ഗ്ലൂക്കോസിലും ഗാലക്ടോസിലും ആകെ വ്യത്യാസം നാലാമത്തെ കാർബണിൽ OHന്റെ അറേഞ്ച്മെന്റിലായിരിക്കും. ഓക്കെ, ഇതേപോലെ വേറെയും പേയേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ് എപ്പിമെറിക് പേയേഴ്സ് എന്ന് പറയുന്നത്? ഗ്ലൂക്കോസും മാനോസും. Glucose and mannose, they are C2 epimers. Then glucose and galactose, they are C4 epimers. Mannose and galactose are C2 epimers and ribose and arabinose are C2 epimers. Okay. So ഈ ഒരു ഇത് പഠിക്കണം, കോമ്പിനേഷൻ പഠിക്കണം. ഇതിൽ ഗ്ലൂക്കോസും ഗാലക്ടോസും മാത്രമേ C4 ഉള്ളൂ. ബാക്കി മൂന്നും എന്താണ്? C2 epimers ആണ്. ഓക്കെ. സോ എപ്പിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേപോലത്തെ കോമ്പൗണ്ട്സ് ആയിരിക്കും, പക്ഷെ അതിൽ ഒരൊറ്റ കാർബൺ ആറ്റത്തിൽ OHന്റെ അറേഞ്ച്മെന്റിൽ മാത്രം വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എപ്പിമേഴ്സ് എന്ന് പറയും. എക്സാമ്പിൾസ് നോക്കുക. ഗ്ലൂക്കോസ് ആൻഡ് മാനോസ് ആർ C2 എപ്പിമേഴ്സ്. ഗ്ലൂക്കോസും ഗാലക്ടോസും ആണെങ്കിൽ C4 എപ്പിമേഴ്സ് ആണ്. മാനോസും ഗാലക്ടോസും ആണെങ്കിൽ C2 എപ്പിമേഴ്സ് ആണ്. അതുപോലെ റൈബോസും അരബിനോസും ആണെങ്കിൽ C2 എപ്പിമേഴ്സ് ആണ്. ഓക്കെ, ഇനി നമ്മള് എപ്പിമേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ കേൾക്കുന്ന പേരാണ് അനോമർ. അനോമേഴ്സ് ആൻഡ് എപ്പിമേഴ്സ് ആണല്ലോ നമ്മൾ പറയാം. ഓക്കെ, അനോമേഴ്സ് എന്താണ്? അനോമേഴ്സ് ആർ ഓൾസോ എപ്പിമേഴ്സ്. ഓക്കെ, എപ്പിമേഴ്സ് തന്നെയാണ് അനോമേഴ്സും. എന്ന് വെച്ചാൽ എന്താ? രണ്ട് മോളിക്യൂൾസിലും ഒരൊറ്റ കാർബൺ ആറ്റത്തിന്റെ അറേഞ്ച്മെന്റിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ എപ്പിമേഴ്സിന്റെ കേസിൽ പറഞ്ഞത് ഏത് കാർബൺ ആറ്റവും ആവാന്നാണ് അല്ലെ? ഏത് 1 2 3 4 ഇതിലെ ഏത് കാർബൺ ആറ്റത്തിലെ അറേഞ്ച്മെന്റിന് വ്യത്യാസം വരാം. പക്ഷെ അനോമേഴ്സിൽ അങ്ങനെയല്ല. അനോമേഴ്സിൽ ഒരു പെർട്ടിക്കുലർ കാർബൺ ആറ്റം തന്നെ പറയുന്നുണ്ട്. ഓക്കെ, the anomeric carbon is the carbon atom that becomes chiral during the process of ring closure in sugars. Okay, നമ്മൾ പറഞ്ഞു ഷുഗറിൽ റിംഗ് ക്ലോഷർ നടക്കേണ്ടത് പറഞ്ഞില്ലേ? ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെ ഒക്കെ റിംഗ് സ്ട്രക്ചറും പറഞ്ഞു. സോ ആ ഒരു ലീനിയർ സ്ട്രക്ചറിന് സൈക്ലിക് ആവുമ്പോ ഓക്കെ CO എന്നുള്ളത് എന്താവും? ഒരു ആദ്യം CO എന്നുള്ളത് കൈറാൽ അല്ല, അതേപോലെ ആദ്യത്തെ CHO, ഇത് രണ്ടും കൈറാൽ ഗ്രൂപ്പ്സ് അല്ല. നേരെ പക്ഷെ ഈ റിംഗ് ക്ലോഷറിന് ശേഷം ഈ കാർബൺ ആറ്റംസ് എന്താവും? കൈറാൽ കാർബൺ ആറ്റംസ് ആവും. ഓക്കെ, സോ നമ്മൾ എന്താ പറയാ? അനോമറിക് കാർബൺ എന്താണ്? ദാറ്റ്സ് ദി കാർബൺ ആറ്റം ദാറ്റ് ബിക്കംസ് കൈറാൽ ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് റിംഗ് ക്ലോഷർ ഓഫ് ഷുഗേഴ്സ്. ഓക്കെ, അപ്പൊ ആ കാർബണിനെയാണ് നമ്മൾ എന്താ പറയാ? അനോമറിക് കാർബൺ എന്ന് പറയാം. അപ്പൊ അതില് രണ്ട് അനോമേഴ്സ് ആണ് നമ്മൾ പറയാം. ഈ കാർബണിലെ അറേഞ്ച്മെന്റിനെയാണ് അനുസരിച്ചാണ് നമ്മൾ അനോമേഴ്സിനെ പറയാം. എന്ന് വെച്ചാൽ അനോമറിക് കാർബണിൽ ഡിഫറൻസ് വരണം. അനോമറിക് കാർബണിലെ OHന്റെ പൊസിഷന് ഒന്നിൽ റൈറ്റിലും ഒന്നിൽ ലെഫ്റ്റിലും. ബാക്കിയുള്ളതിലൊന്നും ഡിഫറൻസ് ഇല്ല വെച്ചാൽ നമ്മൾ അതിനെന്ത് പറയും? അനോമേഴ്സ് എന്ന് പറയും. ഓക്കെ, ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ് അനോമേഴ്സ്? ആൽഫ അനോമറും ഉണ്ട്, ബീറ്റ അനോമറും ഉണ്ട്. ഓക്കെ, ആൽഫ അനോമർ എങ്ങനെയായിരിക്കും? The OH group attached to the anomeric carbon, okay, C1. എന്ന് വെച്ചാൽ ആദ്യം CHO അല്ലെങ്കിൽ CO ആയിരുന്ന കാർബൺ ആണ് പിന്നീട് അനോമറിക് കാർബൺ ആയിട്ട് മാറുന്നത്. ഈസ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് റിംഗ് ഫ്രം ദി CH2OH ഗ്രൂപ്പ് അറ്റ് C5. ഓക്കെ, ഏറ്റവും എൻഡില് അവിടെ ഒരു CH2OH ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ഇത് ഈ 5th കാർബണിലെ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ടാണ് വരിക. ഏതില്? നമ്മൾ റിംഗ് സ്ട്രക്ചർ പറയുമ്പോൾ. ഓക്കെ, സോ ഈ ഒരു CH2OHന് ട്രാൻസ് ആയിട്ടാണ് ഈ നമ്മളുടെ അനോമറിക് കാർബണിലെ OH ഉള്ളതെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ആൽഫ അനോമർ എന്ന് പറയും. ഓക്കെ, നേരെ മറിച്ച് ഈ CH2OHന്റെ സെയിം സൈഡിലാണ് നമ്മളെ അനോമറിക് കാർബണിലെ OH എങ്കിൽ നമ്മൾ അതിനെ ബീറ്റ അനോമർ എന്ന് പറയും. ഓക്കെ, സോ രണ്ട് ടൈപ്പ് അനോമേഴ്സ് ആണ്, ആൽഫ അനോമർ, ബീറ്റ അനോമർ. അനോമറിക് കാർബൺ എന്ന് പറഞ്ഞാൽ എന്താ? റിംഗ് ക്ലോഷർ നടക്കുമ്പോൾ കൈറാലിറ്റി കിട്ടുന്ന കാർബണിനെയാണ് നമ്മൾ എന്ത് പറയാ? അനോമറിക് കാർബൺ എന്ന് പറയാ. സോ അനോമറിക് കാർബണിലെ OH CH2OHനോട് ട്രാൻസ് ആണെങ്കിൽ നമ്മൾ അനോമറിനെ ആൽഫ അനോമർ എന്ന് പറയും. ഓക്കെ, CH2OHന് സിസ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ബീറ്റ അനോമർ എന്ന് പറയും. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഇതാണ് ഇവിടുത്തെ അനോമറിക് കാർബൺ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇത് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ആണ്. ഓക്കെ, ഗ്ലൂക്കോസിലെ ഈ OH ഇതിന്റെ C5ലെ CH2OHന് ട്രാൻസ് ആണ്. ട്രാൻസ് ആണ് നമ്മൾ ഏത് അനോമർ എന്ന് പറഞ്ഞത്? ആൽഫ അനോമർ. ഓക്കെ,
ഇനി എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ മോളിക്യൂളിലെ അനോമറിക് കാർബണിലെ OH C5 ഇതാ 1 2 3 4 5 6 ഇങ്ങനെയാണ് നമ്പർ ചെയ്യുക. C5 CH2OH ട്രാൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആൽഫ അനോമർ എന്ന് പറയും. സോ ഇത് ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്. നെക്സ്റ്റ് ഫസ്റ്റ് കാർബണിലെ OH C5 CH2OH സിസ് ആണ്. ഒരേ സൈഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ബീറ്റ അനോമർ എന്ന് പറയും. സോ ഇത് ബീറ്റ ഡി ഗ്ലൂക്കോസ് ആണ്. ഇനി ഫ്രക്ടോസിൽ നോക്കാം. ആദ്യത്തെ കാർബണിലെ OH ഓക്കെ C5 എന്താണ്? CH2OH ഓക്കെ CH2OH ട്രാൻസ് ആണെങ്കിൽ ആൽഫ ഫ്രക്ടോസ് എന്ന് പറയും. അതിനോട് സിസ് ആണെങ്കിൽ എന്ത് പറയും? ബീറ്റ ഫ്രക്ടോസ് എന്ന് പറയും. ഓക്കെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഓർത്തിരിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ഓക്കെ, all anomers are epimers but not all epimers are anomers. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എപ്പിമർ പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു കാർബണാറ്റത്തിന്റെ ഇതിന് മാത്രം വ്യത്യാസം വരുന്ന രണ്ട് മോളിക്യൂൾസിനെയാണ് നമ്മൾ എപ്പിമേഴ്സ് എന്ന് പറയാം. ഇനി ആ വ്യത്യാസം വരുന്നത് അനോമറിക് കാർബണിലാണ് എങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? അനോമേഴ്സ് എന്ന് പറയും. സോ അനോമേഴ്സ് ആർ ഓൾസോ എപ്പിമേഴ്സ്. കാരണം അനോമേഴ്സിലും ഒരു കാർബണിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. പക്ഷെ ആ കാർബൺ എന്ന് പറയുന്നത് അനോമറിക് കാർബൺ ആണെന്ന് മാത്രം. ഓക്കെ, സോ ഓൾ അനോമേഴ്സ് ആർ എപ്പിമേഴ്സ്. പക്ഷെ എല്ലാ എപ്പിമേഴ്സും അനോമേഴ്സ് ആണോ? അല്ല. കാരണം എപ്പിമേഴ്സിന് C1 2 3 ഏത് കാർബണിലെ അറേഞ്ച്മെന്റിൽ വേണമെങ്കിലും വ്യത്യാസം വരാം. സോ അതിൽ C1 വ്യത്യാസം വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിന് അനോമർ എന്ന് പറയാം. ബാക്കിയുള്ളതിലൊന്നും അനോമർ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ ഓൾ അനോമേഴ്സ് ആർ എപ്പിമേഴ്സ് ബട്ട് നോട്ട് ഓൾ എപ്പിമേഴ്സ് ആർ അനോമേഴ്സ്. അതെപ്പോഴും ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറയാൻ പോണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഓക്കെ ഈ ആൽഫ അനോമർ ബീറ്റ അനോമർ ഇത് രണ്ടും തമ്മിൽ എന്താണ്? ഇത് രണ്ടും ഉണ്ടാവുന്നത് എങ്ങനെയാണ്? നമ്മൾ റിംഗ് ക്ലോഷറിലാണല്ലോ ഉണ്ടാവുന്നത്. ഒരു അനോമർ ആൽഫയാണോ ബീറ്റയാണോ ഡിസൈഡ് ആണ്. റിംഗ് ക്ലോഷറിൽ ഈ OH CH2OH ട്രാൻസ് ആണോ വരുന്നത്, സിസ് ആയിട്ടാണ് വരുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് പറയാ? ഒരു മോളിക്യൂൾ ട്രാൻസ് ആണോ മീൻസ് ആൽഫയാണോ ബീറ്റയാണോ എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഒരു സൊല്യൂഷനിൽ ആൽഫ അനോമർ പിന്നെ അത് റിംഗ് സ്ട്രക്ചർ ആയിരിക്കും, റിംഗ് ആയിരിക്കും. ഓക്കെ, ആ റിംഗ് ഓപ്പണിങ് നടത്തിട്ട് എന്താ? ഓപ്പൺ ചെയിൻ ആവുക, ഓപ്പൺ ചെയിൻ. ഓക്കെ, പിന്നെ ഇത് റിംഗ് ക്ലോഷർ നടന്നിട്ട് ബീറ്റ അനോമർ ആവുക. തിരിച്ച് ഈ ബീറ്റ അനോമർ റിംഗ് ഓപ്പൺ നടന്നിട്ട് ഓപ്പൺ ചെയിൻ ആവും, അത് പിന്നെയും ആൽഫ അനോമർ ആവും. ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ബിറ്റ്വീൻ 3 ഫോംസ്. ഏതൊക്കെയാണ് 3 ഫോംസ്? ആൽഫ അനോമർ, ബീറ്റ അനോമർ, അതേപോലെ ഓപ്പൺ ചെയിൻ. ഓക്കെ, സോ ഈ ഒരു ഇക്വിലിബ്രിയം, ഈ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയാം? മ്യൂട്ടാ റൊട്ടേഷൻ എന്ന് പറയാം. ഇന്റർചേഞ്ച് ബിറ്റ്വീൻ ഇത് ആൽഫ അനോമർ, ഓപ്പൺ ചെയിൻ ഫോം ആൻഡ് ബീറ്റ അനോമർ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? മ്യൂട്ടാ റൊട്ടേഷൻ എന്ന് പറയാം. സോ മ്യൂട്ടാ റൊട്ടേഷൻ ഇസ് എ ചേഞ്ച് ഇൻ ദ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഓഫ് എ സൊല്യൂഷൻ ഡ്യൂ ടു എ ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ അനോമേഴ്സ് അപ്പോൺ ഡിസൊല്യൂഷൻ ഇൻ ദി അക്വസ് സൊല്യൂഷൻ. സോ സൊല്യൂഷനിലെ ആൽഫ ബീറ്റ അനോമേഴ്സ് ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ അതിനനുസരിച്ച് എന്താ? ആ സൊല്യൂഷന്റെ റൊട്ടേഷൻ, ഒപ്റ്റിക്കൽ റൊട്ടേഷനിൽ ചേഞ്ച് വരും. ഓക്കെ, ആ സൊല്യൂഷൻ ഒപ്റ്റിക്കൽ റൊട്ടേഷനിൽ ചേഞ്ച് വരും. ബീറ്റ അനോമർ കൂടുമ്പോൾ അതിന്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എത്രയാണോ അതിനനുസരിച്ച് മാറും. ആൽഫ അനോമറിന്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഏതാണോ അതിനനുസരിച്ച്, അതിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് ആ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ, ആ ഒരു ആംഗിൾ ഇങ്ങനെ മാറ്റം വരും. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ? മ്യൂട്ടാ റൊട്ടേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി നോക്കുക ഗ്ലൂക്കോസിന്റെ കേസിൽ ആ ഇക്വിലിബ്രിയം എന്താണ് ഉണ്ടാവുക? 66% ബീറ്റ അനോമറും 1% ഓപ്പൺ ചെയിനും 33% ആൽഫ അനോമർ. ഓക്കെ, ഗ്ലൂക്കോസിന്റെ കേസിൽ എങ്ങനെയാണ്? ഡി ഗ്ലൂക്കോസിന്റെ കേസിൽ മ്യൂട്ടാ റൊട്ടേഷൻ നടന്നിട്ട് എങ്ങനെയാണ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? 66% ബീറ്റ അനോമർ ഉണ്ടാവും, 33% ആൽഫ അനോമർ ഉണ്ടാവും, 1% ഓപ്പൺ ചെയിൻ ഫോം ഉണ്ടാവും. ഓക്കെ, ഇനി the equilibrium is shifted to the left in presence of hydroxyl or phosphate ions. Hydroxyl or phosphate ions ഉണ്ടാവുമ്പോൾ ബീറ്റ അനോമറിന്റെ ഡയറക്ഷനിലേക്ക് എന്താവും? ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ആവും. ഓക്കെ, സോ മ്യൂട്ടാ റൊട്ടേഷൻ എന്താണെന്ന് മനസ്സിലായി വിചാരിക്കണം. ഒരു സൊല്യൂഷനിൽ
ആൽഫ നമ്പർ ബീറ്റ നമ്പർ മാത്രമായിട്ടല്ല എക്സിസ്റ്റ് ചെയ്യുക. അതിന് ചെയിൻ ഫോമൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ ആയിട്ട് പിന്നീട് ആൽഫക്ക് ബീറ്റ ആവാനും ബീറ്റക്ക് ആൽഫ ആവാനൊക്കെ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനനുസരിച്ച് നമ്മളുടെ ടോട്ടൽ സൊല്യൂഷന്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ എന്താ പറയാ, മ്യൂട്ടർ റൊട്ടേഷൻ എന്ന് പറയാ. ഇത് ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. ഗ്ലൂക്കോസിന്റെ കേസിൽ ആ ഇക്വിലിബ്രിയത്തിൽ എന്താ ഉണ്ടാവുക, 66% ബീറ്റയും 33% ആൽഫയും അതേപോലെ 1% ഓപ്പൺ ചെയിനുമാണ് ഉണ്ടാവും. ഓക്കെ, ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് റെഡ്യൂസിങ് ഓർ നോൺ റെഡ്യൂസിങ് ഷുഗർ. ഇതൊക്കെ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഓരോ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കോമൺ ആയിട്ട് എല്ലാ എക്സാമിനും ചോദിച്ച് കാണുന്ന പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് റെഡ്യൂസിങ് ഓർ നോൺ റെഡ്യൂസിങ് ഷുഗർ. നമ്മൾ ഇങ്ങനെ ചോദിക്കും വിച്ച് വൺ ഇസ് എ റെഡ്യൂസിങ് ഷുഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് കാണും അല്ലെ. അപ്പൊ എന്താണ് റെഡ്യൂസിങ് ഷുഗർ എന്ന് പറഞ്ഞാല്, ഒരു ഷുഗർ റെഡ്യൂസിങ് ആവണമെങ്കിൽ അതിന് വേറൊരാളെ റെഡ്യൂസ് ചെയ്യാൻ പറ്റണം. അതല്ല അതിന്റെ മീനിങ്. വേറൊരാളെ റെഡ്യൂസ് ചെയ്യാൻ പറ്റണം എന്ന് വെച്ചാൽ അതിന് സ്വയം ഓക്സിഡൈസ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണ് അതിന്റെ മീനിങ് വരിക. ഓക്കെ, സോ റെഡ്യൂസിങ് ഷുഗർ എന്ന് പറഞ്ഞാല് റൂൾ എന്താ വെച്ചാല്, റെഡ്യൂസിങ് ഷുഗർ കണ്ടെയ്ൻ എ ഫ്രീ ആൽഡിഹൈഡ് ഓർ കീറ്റോണിക് ഗ്രൂപ്പ്. ഫ്രീ ആയിട്ടുള്ള ഒരു ആൽഡിഹൈഡ്, നമ്മൾ പറഞ്ഞു ആൽഡോസ് കീറ്റോസ് ഉണ്ടല്ലോ, CO, CHO, CO, ഇങ്ങനെ ഏതെങ്കിലും ഗ്രൂപ്പ് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയാ, റെഡ്യൂസിങ് ഷുഗർ എന്ന് പറയാം. ഓക്കെ, നമ്മൾ ആക്ച്വലി മോണോസാക്രൈഡ്സിന്റെ കേസിലാണ് ഈ ഒരു റൂൾ പറയാം. എന്ന് വെച്ചാൽ ഫ്രീ ആൽഡിഹൈഡ് കീറ്റോ ഗ്രൂപ്പും ആണെന്ന് പറയാം. ഡൈസാക്രൈഡ്സിന്റെ കേസിൽ നമ്മൾ പറയാം ഒരു അസെറ്റാൽ, ഹെമി അസെറ്റാൽ ഗ്രൂപ്പ് ആണെന്നാണ് കേട്ടോ. ഹെമി അസെറ്റാൽ, കാരണം ഹെമി അസെറ്റാൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ഈ കാർബണൈൽ ഗ്രൂപ്പിന് അതേപോലെ സിമിലർ ആയിട്ട് ബിഹേവ് ചെയ്യും. സോ എങ്ങനെയാണ് ഒരു ഷുഗർ റെഡ്യൂസിങ് ആണോ നോൺ റെഡ്യൂസിങ് ആണെന്ന് പറയാ. റെഡ്യൂസിങ് ആണെങ്കിൽ അത് ഏതുണ്ടാവും, ഒരു ഫ്രീ ആൽഡിഹൈഡ് ഒരു കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ടാവും. അതിന് എക്സാമ്പിൾസ് ആണ് ഗ്യാലക്ടോസ്, ഗ്ലൂക്കോസ്, ഗ്ലിസറാൽഡിഹൈഡ്, ഫ്രക്ടോസ്, റൈബോസ്, സൈലോസ്. ഇതൊക്കെ നമ്മൾ ഇതുവരെ നോക്കിയ കോമ്പൗണ്ട്സിൽ എല്ലാത്തിലും എന്തുണ്ടായിരുന്നു, ഒരു ഫ്രീ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ദോസ് ഷുഗേഴ്സ് ആർ ഓൾ റെഡ്യൂസിങ് ഷുഗേഴ്സ്. റെഡ്യൂസിങ് ഷുഗർ ആണോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയും, ബെനഡിക് ടെസ്റ്റ്, അതേപോലെ ഫെലിങ്സ് ടെസ്റ്റ്, ടോളറൻസ് ടെസ്റ്റ്, അങ്ങനെ കുറെ ടെസ്റ്റുകൾ നമ്മൾ ലാബിൽ ചെയ്യുന്നുണ്ട് അല്ലേ, റെഡ്യൂസിങ് ആണ് നോൺ റെഡ്യൂസിങ് ആണെന്ന് അറിയാൻ. ഓക്കെ, സോ അതിലൊക്കെ പോസിറ്റീവ് റിസൾട്ട് തരുന്ന ആൾക്കാരാണ് ഇത് റെഡ്യൂസിങ് ഷുഗേഴ്സ്. ഓക്കെ, ഇനി നോൺ റെഡ്യൂസിങ് ഷുഗർ എന്താണ്, അതിന് വേറെ ഒന്നിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റൂല. ഇറ്റ് ഡസൻ ഹാവ് എ ഫ്രീ ആൽഡിഹൈഡ് ഓർ കീറ്റോ ഗ്രൂപ്പ്, അല്ലെങ്കിൽ നമ്മൾ പറയും ഡൈസാക്രൈഡ്സിന്റെ കേസിൽ ഇറ്റ് ഡസൻ ഹാവ് എൻ ഹെമി അസെറ്റാൽ ഗ്രൂപ്പ്, അങ്ങനെ പറയും. അതിന് എക്സാമ്പിൾ ആണ് സുക്രോസ്. ഓക്കെ, നമ്മൾ കോമൺ ആയി ഡിസ്കസ് ചെയ്യുന്ന നോൺ റെഡ്യൂസിങ് ഷുഗർ ഒരേ ഒരാളേ ഉള്ളൂ, അതാണ് സുക്രോസ്. ഓക്കെ, അപ്പൊ നോക്കുക റെഡ്യൂസിങ് എന്താണ് നോൺ റെഡ്യൂസിങ് എന്താണ് മനസ്സിലായല്ലോ. അതിന്റെ എക്സാമ്പിൾസും ഓർത്തിരിക്കുക. ഇനി നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സപ്പോസ് നമുക്ക് ഒരു കോമ്പൗണ്ട് തന്നിട്ട് പറയാണ് ഈ കോമ്പൗണ്ടിന് എത്ര സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ട്. നമുക്ക് അതിന്റെ സ്ട്രക്ചറും കണ്ടിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം OH HH അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമുക്ക് പല പല മോളിക്യൂൾസ് അല്ലേ കിട്ടുക. ഇനി അതല്ല പെൻഡോസ് ആവാം, അല്ലെ ഹെക്സോസ്, ഹെപ്റ്റോസ്, ഏതും ആവാം. അപ്പൊ നമുക്ക് കോമ്പൗണ്ട് തന്നിട്ട് പറയാണ് ഇതിന് എത്ര സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറയാണ്. അപ്പൊ നമ്മൾ എന്ത് നോക്കണം വെച്ചാൽ അതിൽ എത്ര കൈറാൽ കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് നോക്കണം. ഓക്കെ, കൈറാൽ കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് നോക്കണം. കൈറാൽ കാർബൺ ആറ്റംസിന്റെ എണ്ണം n ആണെങ്കിൽ that molecule will be having 2 raised to n സ്റ്റീരിയോ ഐസോമേഴ്സ്. ഓക്കെ, ഒരു മോളിക്യൂളിന് 2 raised to n നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ടാവും, where n is the number of chiral carbon atoms. ഓക്കെ, സപ്പോസ് ഗ്ലൂക്കോസ് നോക്ക്. ഗ്ലൂക്കോസിൽ നമുക്ക് എങ്ങനെ കിട്ടിയേ, മേലെ CHO, താഴെ CH2 OH അല്ലേ. പിന്നെ ഇവിടെ OH 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 OH, ഇങ്ങനെയല്ലേ ഗ്ലൂക്കോസ് വരിക. ഗ്ലൂക്കോസിൽ ആകെ എത്ര കൈറാൽ കാർബൺ ആറ്റംസ് ഉണ്ട് നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 4 കൈറാൾ കാർബൺ ആറ്റംസ് ഉണ്ട് അല്ലേ. സോ ഗ്ലൂക്കോസിന്റെ കേസിൽ n is equal to 4 എന്ന് കിട്ടി. ഓക്കെ, അപ്പോ എത്ര നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ടാവും, 2 raised to 4 is equal to 2 into 2 into 2 into 2, എത്ര കിട്ടും, 60. ഓക്കെ, സോ നമുക്കൊരു മോളിക്യൂൾ തന്നാൽ അതിൽ എത്ര
chiral centers ഉണ്ടെന്ന് നോക്കുക. 2 that number will give the number of stereoisomers. Okay, ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. നെക്സ്റ്റ് ആണ് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചാണ് ഇപ്പൊ പഠിക്കുന്നത്. സോ കാർബോഹൈഡ്രേറ്റ്സ് ലാബിൽ നമ്മൾക്ക് ഏതൊക്കെ ടെസ്റ്റ് തരും, ഏതൊക്കെ ടെസ്റ്റ് വഴി നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് മൊളീഷ്യസ് ടെസ്റ്റ്. ഓക്കെ, മൊളീഷ്യസ് ടെസ്റ്റ് നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്ന ടെസ്റ്റ് ആണല്ലോ, എല്ലാവർക്കും പരിചയം ഉണ്ടാവും മൊളീഷ്യസ് ടെസ്റ്റ്. എന്തിനാണ്? ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, അത് ഏത് കാർബോഹൈഡ്രേറ്റ് ആവും, മോണോസൈക്രൈഡ് ആവും, പോളിസാക്രൈഡ് ആവും, കാർബോഹൈഡ്രേറ്റ് ഉണ്ടോ എന്നാണ് ഏത് നോക്കണുള്ളൂ, മൊളീഷ്യസ് ടെസ്റ്റ് നോക്കണുള്ളൂ. ചില ടെസ്റ്റുകളുണ്ട്, നമ്മൾ ഫെലിങ്സും ബെനഡിക്റ്റ് ഒക്കെ പറഞ്ഞത് ആ ഷുഗർ റെഡ്യൂസിങ് ആണോ അല്ലേ എന്ന് പറയാനാണ് ഹെൽപ്പ് ചെയ്യുക. പക്ഷെ ഇവിടെ അങ്ങനെ റെഡ്യൂസിങ് നോൺ റെഡ്യൂസിങ് അങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യൂല, മറിച്ച് കാർബോഹൈഡ്രേറ്റ് ആണോ അല്ലേ എന്നുള്ള പറയുന്ന ടെസ്റ്റ് ആണ് ഇത് മൊളീഷ്യസ് ടെസ്റ്റ്. മൊളീഷ്യസ് റിയേജന്റ് എന്താണ്? ആൽഫ നാഫ്തോളിൻ എഥനോൾ. ഓക്കെ, എഥനോളിക് ആൽഫ നാഫ്തോൾ ആണ് ഇത് മൊളീഷ്യസ് റിയേജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കൂടെ H2SO4 യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മള് കോമ്പൗണ്ടിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതാണ് കാർബോഹൈഡ്രേറ്റ് വിചാരിക്കുന്നത്, ഡി ഗ്ലൂക്കോസ്. കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ് അല്ലെ കോൺസെൻട്രേറ്റിംഗ് H2SO4. സോ ഡീഹൈഡ്രേഷൻ നടന്നിട്ട് നമുക്കൊരു കോമ്പൗണ്ട് കിട്ടും. ഏത്? ഓക്കെ, ഇതിനാണ് നമ്മൾ ഫ്യൂർഫുറാൽ എന്ന് പറയാ അല്ലെ. ഫ്യൂർഫുറാലിന്റെ ഈ കാർബൺ ആറ്റത്തിൽ ഒരു CH2OH വന്ന ഫ്യൂർഫുറാൽ, ഇതിനെ നമ്മൾ പറയാ ഹൈഡ്രോക്സി മീഥൈൽ ഫ്യൂർഫുറാൽ എന്നാണ്. ഹൈഡ്രോക്സി മീഥൈൽ ഫ്യൂർഫുറാൽ. സോ നമ്മള് ഇപ്പോ ഗ്ലൂക്കോസിനെ ആണ് ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഗ്ലൂക്കോസിനെ കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യുമ്പോൾ ഡീഹൈഡ്രേഷൻ നടന്നിട്ട് ഹൈഡ്രോക്സി മീഥൈൽ ഫ്യൂർഫുറാൽ കിട്ടും. അത് നമ്മൾ റിയേജന്റ് ആയ ആൽഫ നാഫ്തോൾ, എഥനോളിക് ആൽഫ നാഫ്തോളുമായി കമ്പൈൻ ചെയ്തിട്ട് ഒരു കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് കിട്ടും. ഒബ്സർവേഷൻ എന്താണ്? വയലറ്റ് റിംഗ് അറ്റ് ദി ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ രണ്ട് സൊല്യൂഷൻസിന്റെ ജംഗ്ഷനിൽ ഒരു വയലറ്റ് റിംഗ് ഉണ്ടെങ്കിൽ മൊളീഷ്യസ് ടെസ്റ്റ് എന്തായി? പോസിറ്റീവ് റിസൾട്ട് കിട്ടി. സോ നമ്മളടുത്തുള്ള മിക്സറിൽ അല്ലെങ്കിൽ ആ സാമ്പിളിൽ എന്തുണ്ട്? ഒരു കാർബോഹൈഡ്രേറ്റ് ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കും. സോ കാർബോഹൈഡ്രേറ്റിന്റെ പ്രസൻസ് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഇത് മൊളീഷ്യസ് ടെസ്റ്റ്. അവിടെ റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എഥനോളിക് ആൽഫ നാഫ്തോൾ ആണ് ആൻഡ് ഓൾസോ H2SO4. H2SO4 നമ്മൾ മോളിക്യൂളിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യും. കിട്ടുന്ന സ്ട്രക്ചറിനോട് കൂടെ ആൽഫ നാഫ്തോൾ കണ്ടൻസ് ചെയ്തിട്ട് എന്തുണ്ടാവും? ഒരു പർപ്പിൾ ഓർ വയലറ്റ് പ്രോഡക്റ്റ് ഉണ്ടാവും. അതാണ് റിസൾട്ട് പോസിറ്റീവ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ടെസ്റ്റ് നോക്കാം, ഫെലിങ്സ് ടെസ്റ്റ്. ഓക്കെ, നമ്മൾ ഫെലിങ്സും അതേപോലെ ബെനഡിക്ട്സ് ഒക്കെ നമ്മൾ പറഞ്ഞ എന്താണ്? റെഡ്യൂസിങ് ഷുഗേഴ്സ് മാത്രമേ ഇതിന് പോസിറ്റീവ് റിസൾട്ട് തരുള്ളൂ. ഓക്കെ, സോ ദിസ് ടെസ്റ്റ് ഇസ് ഗിവൺ ബൈ റെഡ്യൂസിങ് ഷുഗേഴ്സ് ഈക്വൽ വോളിയൂംസ് ഓഫ് ഫെലിങ്സ് എ ആൻഡ് ഫെലിങ്സ് ബി. അതാണ് എന്ത് നമ്മൾ റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫെലിങ്സ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പർ സൾഫേറ്റ് ആണ്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഫെലിങ്സ് ബി എന്താണ്? സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ്. ഓക്കെ, ഫെലിങ്സ് എ അപ്പോൾ എന്താണ്? കോപ്പർ സൾഫേറ്റ് ആണ്. ഫെലിങ്സ് ബി എന്ന് പറഞ്ഞാൽ സോഡിയം പൊട്ടാസ്യം ടാർട്രേറ്റ് ആണ്. ഓക്കെ, എന്താണ് ഇതിന്റെ ഒബ്സർവേഷൻ? എന്താണ്? നമ്മൾ എടുക്കുന്ന ഷുഗർ റെഡ്യൂസിങ് ആണെങ്കിൽ വിൽ ഗെറ്റ് എ റെഡ് പ്രസിപ്പിറ്റേറ്റ്. ഓക്കെ, ഷുഗർ റെഡ്യൂസിങ് ആണ്, നമുക്ക് എന്ത് കിട്ടും? ഒരു റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. എങ്ങനെയാണ് നടക്കുന്നത്? ഈ സിസ്റ്റത്തിലുള്ള Cu2+ അയോണിനെ, ഓക്കെ, Cu2+ അയോണിനെ നമ്മളെ കോമ്പൗണ്ട് റെഡ്യൂസ് ചെയ്തിട്ട് എന്താക്കി മാറ്റും? Cu+ അയോൺ ആക്കി മാറ്റും. ഓക്കെ, സോ Cu2+ അയോണിനെ റെഡ്യൂസ് ചെയ്തിട്ട് Cu+ ആക്കും. Cu+ പറഞ്ഞാൽ എന്താ? കുപ്രസ് ഓക്സൈഡ് ആണ് ഉണ്ടാവുന്നത്. ദാറ്റ് വിൽ ബി ഹാവിങ് എ റെഡ് കളർ. സോ നമുക്കൊരു റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഓക്കെ, സോ എങ്ങനെയാണ് ഇവിടെ ഫെലിങ്സ് ടെസ്റ്റ് നടക്കുന്നത്? റെഡ്യൂസിങ് ഷുഗർ സിസ്റ്റത്തിലുള്ള Cu2+നെ Cu+ ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അത് ഒരു റെഡ് കളർ പ്രസിപ്പിറ്റേറ്റ് ആയി അപ്പിയർ ചെയ്യും. നോൺ റെഡ്യൂസിങ് ആണെങ്കിൽ ഈ റിഡക്ഷൻ നടക്കൂല. ഓക്കെ, സോ നോൺ റെഡ്യൂസിങ് ആണെങ്കിൽ റെഡ് പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടൂല. റെഡ്യൂസിങ് ഷുഗർ മാത്രമേ ഇത് തരുള്ളൂ. ഓക്കെ, സോ ഫെലിങ്സ് ടെസ്റ്റ് നോക്കാം. ഫെലിങ്സ് റിയേജന്റ് ഏതാണ്? ഫെലിങ്സ് എ എന്ന് പറഞ്ഞാൽ CuSO4 ആണ്. ഫെലിങ്സ് ബി പറഞ്ഞാൽ സോഡിയം പൊട്ടാഷ്യം ടാർട്രേറ്റ് ആണ്. എന്താ നടക്കുന്നത്? Cu+ ആവും. അതാണ് ഇവിടെ നടക്കുന്നത്. Cu+ ആയിട്ട് മാറും, റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അപ്പൊ ഒരു റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഇനി ബെനഡിക്ട് ടെസ്റ്റ്.
സെയിം ഫെലിങ്സ് ടെസ്റ്റിലെ പോലെ തന്നെയാണ്. റെഡ്യൂസിങ് ഷുഗേഴ്സ് മാത്രം തരുന്ന എന്താണ് ടെസ്റ്റ് ആണ്. ബെനഡിക്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവിങ് Cu2+ അയോൺസ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബെനഡിക്ട് സൊല്യൂഷനിൽ Cu2+ ഉണ്ടാവും. നമ്മൾ കോമ്പൗണ്ട് റെഡ്യൂസിങ് ആണെങ്കിൽ അത് ഈ Cu2+ എന്താവും, റെഡ്യൂസ് ചെയ്തിട്ട് Cu+ ആക്കി മാറ്റും. ഓക്കെ, Cu+ റെഡ് കളർ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. സോ റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ത് തരും, ഈ ടെസ്റ്റ് പോസിറ്റീവ് റിസൾട്ട് തരും. നോൺ റെഡ്യൂസിങ് ആണെങ്കിൽ നമുക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ടെസ്റ്റ് പറഞ്ഞാൽ ടോളറൻസ് ടെസ്റ്റ്. ടോളറൻസ് റിയേജന്റ് എന്താണ്, അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ആണ് അല്ലെ. അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്, അതിനെയാണ് ടോളറൻസ് റിയേജന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ടോളറൻസ് ടെസ്റ്റ് എന്താണ്, സിൽവർ മിറർ ടെസ്റ്റ് എന്ന് നമുക്ക് അതിന് പറയും. കാരണം ഇതില് സിൽവറിനെ റെഡ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, നമ്മളിവിടെ റിസൾട്ട് കിട്ടും. നമുക്ക് റിയാക്ഷൻ നോക്കാം. ടോളറൻസ് റിയേജന്റ് റിയാക്ട്സ് വിത്ത് റെഡ്യൂസിങ് ഷുഗേഴ്സ് ടു ഫോം എ സിൽവർ മിറർ ഓൺ ദി ഇന്നർ സർഫസ് ഓഫ് ദി റിയാക്ഷൻ വെസൽ. ഓക്കെ, നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുള്ളവർക്ക് ഓർമ്മ ഉണ്ടാവും, ഒരു സിൽവർ മിറർ ആണ് നമുക്ക് കിട്ടുക. സിൽവർ മിറർ ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം, ദ ഷുഗർ ഇസ് റെഡ്യൂസിങ്. ഓക്കെ, ഇതാണ് നോക്കണ്ടേ, അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്. അതെന്താവും, NH4 NO3, അതേപോലെ AgOH. ഓക്കെ, ഈ AgOH എന്തായി മാറും, Ag2O ആയിട്ട് മാറും. ഓക്കെ, ഇനി Ag2O നമ്മള് ഗ്ലൂക്കോസ് കമ്പൈൻ ചെയ്തിട്ട് എന്താവും, 2Ag. സിൽവർ ഇൻ മെറ്റാലിക് സിൽവർ, Ag0. മെറ്റാലിക് സിൽവർ ആണ് ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, Ag+ എന്തായിട്ട് മാറും, Ag+ മെറ്റാലിക് സിൽവർ ആയിട്ട് മാറുന്ന റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ റിഡക്ഷൻ. ഈ ഒരു റിയാക്ഷനിൽ ടോളറൻസ് റിയേജന്റ് എന്താ ചെയ്യുന്നത്, Ag+നെ Ag0 ആക്കി മാറ്റും. ടോളറൻസ് റിയേജന്റ് അല്ല, ആക്ച്വലി നമ്മൾ റെഡ്യൂസിങ് ഷുഗർ ടോളറൻസ് റിയേജന്റിലുള്ള Ag+നെ എന്താക്കി മാറ്റും, Ag0 ആയിട്ട് മാറ്റും. സോ നമുക്കൊരു സിൽവർ മിറർ കിട്ടും. ഇതും റെഡ്യൂസിങ് ഷുഗേഴ്സ് മാത്രമേ തരുള്ളൂ. ഓക്കെ, അടുത്ത ടെസ്റ്റ് നോക്കാം, അയോഡിൻ ടെസ്റ്റ്. അയോഡിൻ ടെസ്റ്റ് എന്താണ്, ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ലുഗോൾസ് ടെസ്റ്റ്. ലുഗോൾസ് ടെസ്റ്റ് ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് അല്ലെങ്കിൽ പോളിസാക്കറൈഡ് ഉണ്ടോ എന്ന് അറിയാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, അയോഡിൻ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അത് ഈ ലുഗോൾസ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ബ്ലൂ ബ്ലാക്ക് കോംപ്ലക്സ് കിട്ടും. അങ്ങനെയാണ് നമുക്ക് അതിൽ സ്റ്റാർച്ച് ഉണ്ടെന്ന് കൺഫേം ചെയ്യാൻ പറ്റും. ലുഗോൾസ് റിയേജന്റ് എന്നാണ് പൊട്ടാഷ്യം അയോഡൈഡിന്റെയും അയോഡിൻ I2ന്റെയും ഒരു കോമ്പിനേഷൻ ആണ് എന്ത്, ലുഗോൾസ് റിയേജന്റ് എന്ന് പറയുന്നത്. ഇതാണ് അയോഡിൻ ടെസ്റ്റിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ 5 ടെസ്റ്റുകളാണ് നോക്കിയത്. ആദ്യത്തേത് ഏതാണ്, മൊളീഷ്യസ് ടെസ്റ്റ്. മൊളീഷ്യസ് ടെസ്റ്റ് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഏതും ആവാം. കാർബോഹൈഡ്രേറ്റിന്റെ പ്രസൻസിൽ നമുക്കൊരു വയലറ്റ് റിങ് കിട്ടും. ഓക്കെ, അവിടുത്തെ റിയേജന്റ് എന്ന് പറഞ്ഞാൽ ആൽഫ നാഫ്തോൾ ഇൻ എഥനോൾ, അതേപോലെ കോൺസെൻട്രേറ്റഡ് H2SO4 ആണ്. നെക്സ്റ്റ് 3 റെഡ്യൂസിങ് ഷുഗേഴ്സ് മാത്രം തരുന്ന ടെസ്റ്റുകളാണ്, ഫെലിങ്സ്, ബെനഡിക്റ്റ്, അതേപോലെ ടോളറൻസ് ടെസ്റ്റ്. ഇതിലെല്ലാത്തിലും നടക്കുന്നത് എന്താണ്, ഫെലിങ്സിലും ബെനഡിക്സിലും നടക്കുന്നത് Cu2+നെ Cu+ ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അതൊരു റെഡ് പ്രസിപ്പിറ്റേറ്റ് തരും. ടോളറൻസിൽ നടക്കുന്നതോ, റെഡ്യൂസിങ് ഷുഗർ Ag+നെ Ag0 അല്ലെങ്കിൽ മെറ്റാലിക് സിൽവർ ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അതൊരു സിൽവർ മിറർ ആയിട്ട് അപ്പിയർ ചെയ്യും. ഓക്കെ, അത് 3 ടെസ്റ്റും റെഡ്യൂസിങ് ഷുഗേഴ്സ് മാത്രമേ തരുള്ളൂ. സുക്രോസ് ഈ 3 ടെസ്റ്റും തരൂല. ദെൻ അയോഡിൻ ടെസ്റ്റ് എന്താണ്, നമ്മൾ സ്റ്റാർച്ച് അല്ലെങ്കിൽ പോളിസാക്കറൈഡിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിനെ ലുഗോൾസ് ടെസ്റ്റ് എന്ന് പറയും. ലുഗോൾസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യം അയോഡൈഡ് പ്ലസ് I2. ആൻഡ് ഇവിടുത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ ബ്ലാക്ക് കോംപ്ലക്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നമ്മൾ ടെസ്റ്റുകൾ നോക്കി. ഇനി ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ് ഗിവൺ ബൈ കാർബോഹൈഡ്രേറ്റ്സ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്, ഓക്സിഡേഷൻ. ഓക്കെ, ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് നോക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസിൽ എന്തുണ്ട്, CHO ഗ്രൂപ്പ് ഉണ്ട്, CH2OH ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, ഈ 2 ഗ്രൂപ്പ്സിനും എന്ത് ചെയ്യാം, ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും അല്ലെ. 2 ഗ്രൂപ്പും ഓക്സിഡൈസ് ചെയ്യാൻ കേപ്പബിൾ ആയ ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, CHO ഓക്സിഡൈസ് ചെയ്തിട്ട് എന്താവും, COOH ആവും. CH2OH ഓക്സിഡൈസ് ചെയ്തിട്ട് ആദ്യം CHO ആവും, പിന്നെന്താവും, COOH ആവും അല്ലെ. ഇങ്ങനെയല്ല അതിന്റെ സ്റ്റെപ്സ് വരിക. ഓക്കെ, ഇനി നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ റിയാക്ഷൻ ആണ് നടക്കുക. ഒറ്റ സ്റ്റെപ്പ് മാത്രം വേണ്ട റിയാക്ഷൻ.
നമ്മൾ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ എന്താണ് ഈ റിയാക്ഷൻ ആണ് നടക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ CHO എന്താവും COH ആയിട്ട് മാറും. ഓക്കെ, സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ CH2OH COOH ആയിട്ട് മാറും. രണ്ടും COH ആയിട്ട് മാറും. രണ്ടും മേലത്തെയും താഴത്തെയും COH ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇങ്ങനെ CHO CH2OH. ഓക്കെ, ഇത് കൺവേർട്ട് ചെയ്തിട്ട് മുകളില് COH താഴെ CH2OH ഉള്ള ഫോമിന് നമ്മൾ ജനറലി പറയാം എന്താണ് ആൽഡോണിക് ആസിഡ് എന്നാണ്. ആൽഡോണിക് ആസിഡ്. അപ്പൊ ഇത് ഗ്ലൂക്കോസ് ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും ഗ്ലൂക്കോണിക് ആസിഡ്. ഗ്ലൂക്കോണിക് ആസിഡ്. ഗ്ലൂക്കോണിക് ആസിഡിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും? താഴെ CH2OH തന്നെ ആയിരിക്കും. ദെൻ OH 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 മുകളിലെ CH മാറിയിട്ട് COH ആയിട്ടുണ്ടാവും. ഓക്കെ, സോ ഇതാണ് എന്ത് ഗ്ലൂക്കോണിക് ആസിഡ്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ആഡ് ചെയ്യുന്നത് ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് മാത്രമല്ല താഴെയുള്ള ആൽക്കഹോൾ ഗ്രൂപ്പും കൂടി ഓക്സിഡൈസ് ചെയ്തിട്ട് COH ആയിട്ട് മാറും. അങ്ങനെ മേലെയും താഴെയും നമുക്ക് എന്ത് കിട്ടും COH കിട്ടും. ഇങ്ങനെ ഉള്ള ഫോമിനെയാണ് നമ്മൾ എന്താ പറയുക ആൽഡാരിക് ആസിഡ് എന്ന് പറയാം. ഗ്ലൂക്കോസിന്റെ കേസിലാണ് നമ്മൾ എന്താ പറയുക ഗ്ലൂക്കാരിക് ആസിഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ ആകെ കാർബണൈൽ ഗ്രൂപ്പ് CHO ഗ്രൂപ്പ് മാത്രം ഓക്സിഡൈസ് ആവും. അത് നമ്മൾ ആൽഡോണിക് ആസിഡ് എന്ന് പറയും. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ ബോത്ത് CHO ഗ്രൂപ്പ് ആൻഡ് CH2OH രണ്ട് ഗ്രൂപ്പ്സും ഓക്സിഡൈസ്ഡ് ആവും. നമ്മൾ അതിനെ ആൽഡാരിക് ആസിഡ് എന്ന് പറയും. ഓക്കെ, സോ ഓക്സിഡേഷൻ നോക്കി. ഇനി റിഡക്ഷൻ നോക്കാം. റിഡക്ഷൻ എന്താ വെച്ചാൽ sugars can be reduced to sugar alcohols using reducing agents like sodium borohydride catalytic hydrogenation. ഈ ഷുഗർ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ് താഴെ CH2OH മേലെ CHO അല്ലെ. ഈ CHO ഒക്കെ ഓക്സിഡൈസ് ആവാൻ മാത്രമല്ല എന്തിനും പറ്റും റെഡ്യൂസ് ആവാനും പറ്റും. CH2OH ആയിട്ട് റെഡ്യൂസ് ആവാനും പറ്റും. ഇതിന് നമ്മൾ എന്താ പറയാ ആൽഡിറ്റോൾസ് എന്നാണ് പറയാം. ആൽഡിറ്റോൾസ്. ഓക്കെ, അങ്ങനെ ഗ്ലൂക്കോസ് റെഡ്യൂസ് ആയി ഉണ്ടാവുന്ന ഫോമാണ് നമ്മൾ അതിനെ സോർബിറ്റോൾ എന്ന് പറയും. ഗാലക്ടോസ് ആണെങ്കിൽ അതിന്റെ റെഡ്യൂസ്ഡ് ഫോമിന് നമ്മൾ ഡ്യൂൾസിറ്റോൾ എന്ന് പറയും. മാനോസ് ആണെങ്കിൽ നമ്മൾ അതിനെ മാനിറ്റോൾ എന്ന് പറയും. ഫ്രക്ടോസ് ആണെങ്കിൽ മാനിറ്റോളും സോർബിറ്റോളും രണ്ടിനും കൂടെ കോമ്പിനേഷൻ ആണ് കിട്ടുക. ദെൻ റൈബോസ് ആണെങ്കിൽ അതിന് എന്ത് പറയും റിബിറ്റോൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ സോർബിറ്റോൾ എന്തായിരിക്കും? സോർബിറ്റോൾ ഗ്ലൂക്കോസ് വരക്കുക. താഴെ CH2OH OH OH സോറി OH 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 അല്ലേ. പിന്നെ ഇവിടെ CHO ഉണ്ടാവുന്നതിന് പകരം എന്തായിരിക്കും CH2OH ആയിട്ടുണ്ടാവും. ഓക്കെ, സോ ഇതാണ് എന്ത് സോർബിറ്റോൾ. ഇതേപോലെ ഗാലക്ടോസിന്റെ റെഡ്യൂസ്ഡ് ഫോം ആണ് ഡ്യൂൾസിറ്റോൾ. അതേപോലെ മാനോസിന്റെ ആണ് മാനിറ്റോൾ. ഫ്രക്ടോസിന്റെ രണ്ട് കോമ്പിനേഷൻസ്, ഒന്ന് മാനിറ്റോളും സോർബിറ്റോളും രണ്ടും കിട്ടും. റൈബോസിന്റെ റെഡ്യൂസ്ഡ് ഫോം ആണ് റിബിറ്റോൾ. ഓക്കെ, ഈ എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് ആണ് ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ ഇപ്പൊ നമ്മുടെ ഇതിൽ കുറെ OH ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലെ. OH അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ എന്തുണ്ട് മോണോസാക്രൈഡിൽ ഒരുപാട് OH ഗ്രൂപ്പ്സ് ഉണ്ട്. ഇങ്ങനെ രണ്ട് മോണോസാക്രൈഡ്സ് കമ്പൈൻ ചെയ്തിട്ട് ഈ രണ്ട് OH ഗ്രൂപ്പ്സ് ഡീഹൈഡ്രേഷൻ നടന്നിട്ടാണ് എന്തുണ്ടാവുക നമുക്കൊരു ഡൈസാക്രൈഡ് കിട്ടുക അല്ലെങ്കിൽ പോളിസാക്രൈഡ്. അപ്പൊ ആ ഒരു അഡീഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്തിട്ടാണ് നടക്കുക. സോ അതിന് നമ്മൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയും കേട്ടോ. അല്ലെങ്കിൽ കണ്ടൻസേഷൻ. നമ്മൾ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ? കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സിമ്പിൾ മോളിക്യൂൾ ആണ് എലിമിനേറ്റ് ചെയ്യണം അല്ലേ. സോ ബട്ട് ഈ രണ്ട് OH ഗ്രൂപ്പ്സ് കണ്ടൻസ് ചെയ്ത് ഒരു വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക അവിടെ ഒരു ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ടാവുക. ബോണ്ടിന് നമ്മൾ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നല്ലേ പറഞ്ഞു. So monosaccharides can undergo condensation reactions with other monosaccharides or with alcohol groups of other molecules. വേറെ മോളിക്യൂളിന്റെ OH ഗ്രൂപ്പും ആവാം. ഫോമിങ് എന്താണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. So formed bond will be called as glycosidic bond. Okay.
എക്സാമ്പിൾ എന്താണ്? ഗ്ലൂക്കോസ് ക്യാൻ റിയാക്ട് വിത്ത് ഫ്രക്ടോസ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടെ ചേർന്നിട്ട് നമുക്ക് എന്താ കിട്ടുക? ഒരു ഡൈസാക്രൈഡ് കിട്ടും. അതിന്റെ പേരാണ് സുക്രോസ്, അല്ലേ? അപ്പൊ ഈ സുക്രോസിന്റെ ഫോർമേഷനിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഇറ്റ്സ് എ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഹൈഡ്രോളിസിസ് റിയാക്ഷൻ. നമ്മൾ പറഞ്ഞു മോണോസാക്രൈഡ്സ് കമ്പൈൻ ചെയ്ത് ഡൈസാക്രൈഡ് ആവുന്നത് ഡീഹൈഡ്രേഷൻ വഴിയാണ്. നേരെ കുറച്ച് ഡൈസാക്രൈഡ് തിരിച്ച്, ഓക്കെ, എന്താ തിരിച്ച് രണ്ട് മോണോസാക്രൈഡ്സ് സ്പ്ലിറ്റ് ആവണമെങ്കിൽ അവിടെ എന്താ ഒരു ആ റിമൂവ് ആയ വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്യേണ്ടി വരും. സോ അല്ലേ? സോ അതിനാണ് ഹൈഡ്രോളിസിസ് എന്ന് പറയാം. ഹൈഡ്രോളിസിസ് പറഞ്ഞാൽ എന്താ? ബ്രേക്കിംഗ് ഓഫ് എ ബോണ്ട് യൂസിങ് വാട്ടർ. വാട്ടർ ആഡ് ചെയ്തിട്ട് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയാ? ഹൈഡ്രോളിസിസ് എന്ന് പറയാം, അല്ലേ? സോ it means the breakdown of glycosidic bonds on addition of a water molecule. Okay, polysaccharides such as starch, glycogen, cellulose, they can undergo hydrolysis where glycosidic bonds are broken by the addition of water molecules. Okay, എന്നിട്ട് എന്താവും? വാട്ടർ മോളിക്യൂൾസ് ആഡ് ചെയ്തു, ഗ്ലൈക്കോസിഡിക് ബോൺസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് അതെന്താവും? സിംഗിൾ മോണോസാക്രൈഡ് യൂണിറ്റ്സ് ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, സ്റ്റാർച്ച് ഇസ് ഹൈഡ്രോലൈസ്ഡ് ഇൻടു ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ബൈ ഏത് എൻസൈം ആണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന? അമൈലേസ്. ഓക്കെ, സ്റ്റാർച്ചിന്റെ ഹൈഡ്രോളിസിസിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ് അമൈലേസ്. അവിടെ എന്താ നടക്കുന്നത്? വാട്ടർ ആഡ് ചെയ്തിട്ട് സ്റ്റാർച്ചിലെ ബോൺസ് ബ്രേക്ക് ചെയ്യാണ് നടക്കുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ് അമൈലേസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഓസസോൺ ഫോർമേഷൻ. ഓസസോൺസ് എന്താണ്? They are a class of carbohydrate derivatives which are formed when a reducing sugar with reacts with the 3 equivalents of phenyl hydrazine at boiling temperatures. ഓസസോൺ ഫോർമേഷൻ ആരെ തരുള്ളൂ? റെഡ്യൂസിങ് ഷുഗർ മാത്രമേ തരുള്ളൂ. ആൻഡ് അവിടെ യൂസ് ചെയ്യുന്ന റിയേജന്റ് ആണ് ഫിനൈൽ ഹൈഡ്രസീൻ. ഓക്കെ, അപ്പൊ ഓസസോണിന്റെ സ്ട്രക്ചർ എന്താ നമുക്ക് നോക്കാം. ആ കിട്ടുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഓസസോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സപ്പോസ് നമ്മളടുത്ത് ഗ്ലൂക്കോസ് ഉണ്ട്. ഗ്ലൂക്കോസ് എന്ന റെഡ്യൂസിങ് ഷുഗർ ആണല്ലോ. ഇറ്റ് റിയാക്ട്സ് വിത്ത് 3 മോളിക്യൂൾസ് ഓഫ് ഫിനൈൽ ഹൈഡ്രസീൻ. എന്ന് വെച്ചാൽ എന്താ? ബെൻസീനില് NH2, ഫിനൈൽ ഹൈഡ്രജൻ 3 മോളിക്യൂൾ, ഒരു ഇക്വാലന്റ് നമ്മൾ റെഡ്യൂസിങ് ഷുഗർ 3 ഇക്വാലൻസ് ഓഫ് ഫിനൈൽ ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്യും. അത് ഓർത്തിരിക്കണം. ഓക്കെ, പക്ഷെ 2 ഇക്വാലന്റ് ഫിനൈൽ ഹൈഡ്രജൻ മാത്രം ഇതിൽ ആഡ് ചെയ്ത് പോകുള്ളൂ. ബാക്കി ബൈ പ്രൊഡക്ട്സ് ആയിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? ഒരു ഓസസോൺ ആണ് കിട്ടുക. ഓസസോൺ എന്ന് പറഞ്ഞാല് നമ്മള് ഗ്ലൂക്കോസ് മോളിക്യൂളിൽ 2 ഫിനൈൽ ഹൈഡ്രജൻസ് ആഡ് ചെയ്ത് വന്ന കോമ്പൗണ്ടിനെയാണ് ഓസസോൺ എന്ന് പറയാം. ഇവിടുത്തെ ഈ H2O മാറിയിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് NH ബെൻസീൻ വരും. ഇവിടുത്തെ ഈ O പോയിട്ട് എന്ത് വരും? NH ബെൻസീൻ. ഓക്കെ, ഇങ്ങനെ 2 സ്ഥലത്തും ഏത് ഫോം ചെയ്യും? ഫിനൈൽ ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടും. ഓക്കെ, സോ മാനോസും ഒരു റെഡ്യൂസിങ് ഷുഗർ ആണല്ലോ. സോ മാനോസും ഒരു ഓക്സിജോൺ ഫോം ചെയ്യും. ഓക്കെ, സോ ഓക്സിജോണിൽ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? ഫിനൈൽ ഹൈഡ്രജൻ ആണ് ആഡ് ചെയ്യുന്നത്. ഓക്സിജൻ റെഡ്യൂസിങ് ഷുഗേഴ്സ് മാത്രമേ തരുള്ളൂ. ഒരു ഇക്വാലന്റ് റെഡ്യൂസിങ് ഷുഗർ വിൽ റിയാക്ട് വിത്ത് 3 equivalents of the phenyl hydrogen. The so formed compound will be called as ഓസസോൺ. ഓക്കെ, ഇപ്പൊ നമ്മൾ മോണോസാക്രൈഡ്സിന്റെ പ്രോപ്പർട്ടീസ് അധികം എല്ലാതും തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വണ് ഡൈസാക്രൈഡ്സ് നോക്കാം. ഡൈസാക്രൈഡ് എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞല്ലേ, 2 ഷുഗർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ എന്താ പറയാ? ഡൈസാക്രൈഡ് എന്ന് പറയാം. അപ്പൊ 2 ഷുഗർ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ഇവിടെ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ആണ് നടക്കുക. അല്ലെ, ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആയി പോകും. ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ. ആൻഡ് ദ സോ ഫോംഡ് ബോണ്ട് വിൽ ബി കോൾഡ് as ഗ്ലൈക്കോസിഡിക് ബോണ്ട്, അല്ലേ? അപ്പൊ ഉണ്ടാവുന്ന ബോണ്ടിനെയാണ് നമ്മൾ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയാം. ഓക്കെ, ലൈക്ക് മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്സ് ആർ ഓൾസോ സിമ്പിൾ ഷുഗേഴ്സ് സോല്യൂബിൾ ഇൻ വാട്ടർ. വാട്ടർ സോല്യൂബിൾ ആയ സിമ്പിൾ ഷുഗേഴ്സ് ആണ് ആര്? ഡൈസാക്രൈഡ്സും. 3 common examples are sucrose, lactose, and maltose. Okay. Then glycosidic bonds are cleaved by enzymes known as glycosidase. Okay. നമ്മൾ ഈ ഗ്ലൈക്കോസിഡിക് ബോണ്ടിനെ ക്ലീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഗ്ലൈക്കോസിഡേസ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റാർച്ചിന് ക്ലീവ് ചെയ്യുന്ന എൻസൈം ഏതാണ്?
അമൈലേസ് ആണെന്ന് പറഞ്ഞല്ലേ. അതേപോലെ ഗ്ലൈക്കോസിഡിക് ബോണ്ടിലെ ക്ലീവേൺ എൻസൈം ആണ് ആര്? ഗ്ലൈക്കോസിഡേസ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഡൈസാക്കറൈഡ്സ് ഉണ്ടാവണമെന്ന് നോക്കാം. കോമൺ ആയിട്ടുള്ള 3 ആൾക്കാരെയാണ് നോക്കാം. മാൽട്ടോസ്, ലാക്ടോസ്, അതേപോലെ സുക്രോസ്. ഈ 3 ആൾക്കാരും എങ്ങനെയാണ് കമ്പൈൻ ചെയ്യണമെന്ന് നോക്കണം. നമുക്കറിയാം ഒരു ഗ്ലൂക്കോസ് യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഒരു മോണോസാക്കറൈഡിന്റെ ഓക്കെ നമ്മൾ പറഞ്ഞു സൈക്ലിക് സ്ട്രക്ചർ ആണ് നോക്കുന്നത്. ഇത് ഏതാണ്? അനോമറിക് കാർബണിലെ OH, ഫസ്റ്റ് കാർബണിലെ OH. ഓക്കെ, രണ്ടാമത്തെ കോമ്പൗണ്ടിലെ 1 2 3 4, നാലാമത്തെ കാർബണിലെ OHുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ആരുണ്ടാവുക? കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന ഡൈസാക്കറൈഡ് ആണ് ഇത്. ഓക്കെ, സോ ഇപ്പൊ ഉണ്ടായ ഈ ഒരു ബോണ്ടിന്റെ പേരാണെന്ത്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആദ്യത്തെ മോണോസാക്കറൈഡിലെ ഏതെങ്കിലും ഒരു കാർബണിലെ OH രണ്ടാമത്തെ മോണോസാക്കറൈഡിലെ ഏതെങ്കിലും ഒരു കാർബണിലെ OHുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? ഒരു ഡൈസാക്കറൈഡ് ഉണ്ടാവുക. ഒരു വാട്ടർ അവിടുന്ന് എലിമിനേറ്റ് ആയി പോകും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഓരോന്നിനും നോക്കാം. മാൽട്ടോസിന്റെ കേസിൽ എങ്ങനെയാണ്? ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്, ഡി ഗ്ലൂക്കോസ്. രണ്ടാമത്തെ ആളും ഡി ഗ്ലൂക്കോസ്, രണ്ടും ഡി ഗ്ലൂക്കോസ് ആണ്. ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ആൽഫ 1,4 ലിങ്കേജ് ആണ്. ആൽഫ 1,4 ലിങ്കേജ് എന്ന് പറഞ്ഞാൽ രണ്ട് മോളിക്യൂൾസും ആൽഫ ആണ്. ഈ ആദ്യത്തെ മോളിക്യൂളും ആൽഫയാണ്, രണ്ടാമത്തെ മോളിക്യൂളും ആൽഫയാണ്. എന്നുവെച്ചാൽ ആദ്യത്തെ മോളിക്യൂളിന്റെ OH താഴെയാണ്, രണ്ടാമത്തെ മോളിക്യൂളിന്റെ OHും താഴെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അനോമറിക് കാർബണിലെ OH. ഓക്കെ, ഇനി ആൽഫ 1,4 1 എന്ന് പറയുന്നത് ഈ ആദ്യത്തെ കാർബണിലെ ഒന്നാമത്തെ കാർബണിലെ OH ആണ് റിയാക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ആൽഫ കാർബണിലെ 1 2 3 4 ഫോർത്ത് കാർബണിലുള്ള OH ആണ് റിയാക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ രണ്ടെണ്ണം റിയാക്ട് ചെയ്തിട്ട് ഒരു വാട്ടറിനെ എലിമിനേറ്റ് ചെയ്തിട്ട് എന്ത് കിട്ടും? ഈ ഒരു ലിങ്കേജ് കിട്ടും. സോ ഇതാണ് ആൽഫ 1,4 ലിങ്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി വിചാരിക്കണം. ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഇത് ആൽഫ 1 ആൽഫ 4 എന്നാണ് ആക്ച്വലി പറയുന്നത്. കാരണം ആദ്യത്തെ ആളും ആൽഫയാണ്, രണ്ടാമത്തെ ആളും ആൽഫയാണ്. പക്ഷെ രണ്ടും ആൽഫ ആയതുകൊണ്ട് ആൽഫ 1,4 എന്ന് മാത്രം പറഞ്ഞതാണ്. ഓക്കെ, രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ മാത്രം അത് മെൻഷൻ ചെയ്താൽ മതിയല്ലോ. സോ രണ്ട് ആൽഫ ഗ്ലൂക്കോസ് യൂണിറ്റ്സിന്റെ ഒന്നാമത്തെ കാർബണിലെ OHും നാലാമത്തെ കാർബണിലെ OHും കൂടെ കണ്ടൻസ് ചെയ്തിട്ടുണ്ടാവുന്ന ആണ് ആര്? മാൽട്ടോസ്. ഇനി നെക്സ്റ്റ് നോക്കുക ലാക്ടോസ്. ലാക്ടോസിലെ ലിങ്കേജ് ആണ് ബീറ്റ 1,4 ലിങ്കേജ്. ഓക്കെ, എന്ന് വെച്ചാല് ഒന്ന് ഗാലക്ടോസും ഒന്ന് ഗ്ലൂക്കോസും ആണ്. ഓക്കെ, രണ്ടും ബീറ്റ ആണ് എന്നാണ് മീനിങ്. ഒരു ബീറ്റ ഗാലക്ടോസിന്റെ ഒന്നാമത്തെ കാർബണിലെ OHും ഒരു ബീറ്റ ഗ്ലൂക്കോസിന്റെ നാലാമത്തെ കാർബണിലെ OHും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ലാക്ടോസ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ആദ്യത്തത് നമ്മൾ ഈ ഗാലക്ടോസിനെയാ പറയണം കേട്ടോ. ആദ്യത്തെ പാർട്ട് ബീറ്റ 1 എന്ന് പറയുന്നത് ഗാലക്ടോസും ബീറ്റ 4 എന്ന് പറയുന്നത് ഗ്ലൂക്കോസും ആണ്. ഓക്കെ, സോ ലാക്ടോസ് അങ്ങനെ ഫോം ചെയ്യും. ഇനി നമ്മുടെ സുക്രോസ് എങ്ങനെ ഉണ്ടാവണത്? ഇവിടെ പറഞ്ഞു ആൽഫ 1 ബീറ്റ 2 ലിങ്കേജ് ആണ്. എന്നുവെച്ചാൽ ആദ്യത്തെ ആള് ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസിലെ ആൽഫ ഗ്ലൂക്കോസ് ആണ്. അതിലെ C1ലെ OH ആണ് റിയാക്ട് ചെയ്യുന്നത്. ഫ്രക്ടോസ് എന്ന് പറയുന്നത് ബീറ്റ ഫ്രക്ടോസ് ആണ്. അതില് C2ലെ OH ആണ് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്നില്ല. നമ്മൾ പഠിക്കേണ്ടത് ആകെ ഏതാണ്? മാൽട്ടോസില് ഏതാണ്? മാൽട്ടോസില് ആൽഫ 1,4. ഓക്കെ, ദെൻ ലാക്ടോസില് ബീറ്റ 1,4. ദെൻ സുക്രോസില് ഏതാണ്? ആൽഫ 1 ബീറ്റ 2. ഈ ഒരു കാര്യമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. ലിങ്കേജസ് ഡൈസാക്കറൈഡ്സ്. മാൽട്ടോസിൽ ഏതാണ്? ആൽഫ 1,4 ലിങ്കേജ് ആണ്. ലാക്ടോസിൽ ബീറ്റ 1,4 ലിങ്കേജ് ആണ്. സുക്രോസിൽ ആൽഫ 1 ബീറ്റ 2 ലിങ്കേജ് ആണ്. ഈ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 1,4 എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കും. ഈ ആൽഫ എന്ന് പറയുന്നത് ഓരോന്നും ഏത് അനോമേഴ്സ് ആണ്. നമുക്ക് ഒരു മോളിക്യൂളിൽ നിന്ന് ആൽഫ അനോമർ ഉണ്ടാവും, ബീറ്റ അനോമർ ഉണ്ടാവും. അതിൽ ഏത് അനോമർ ആണ് ഈ റിയാക്ഷനിൽ ഇൻവോൾവ് ആയിരിക്കണമെന്നാണ് ആൽഫ ബീറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1,4 അതെന്താണ്? ആദ്യത്തെ മോളിക്യൂളിലെ ഏത് കാർബൺ ആണ്, അതാണ് ഒന്നാമത്തെ നമ്പർ. രണ്ടാമത്തെ മോളിക്യൂളിലെ ഏത് കാർബൺ, അങ്ങനെയാണ് ഈ രണ്ട് നമ്പേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു ലിങ്കേജസ് കറക്റ്റ് പഠിച്ചിരിക്കുക. ഓരോ മോളിക്യൂളിലെയും ലിങ്കേജസ് ഏതാണ്. ഇനി നമ്മൾ പറഞ്ഞു നേരത്തെ റെഡ്യൂസിങ് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ് പറഞ്ഞപ്പോൾ എന്താണ്?
മോണോസാക്രൈഡ്സിൽ ഒന്നെങ്കിൽ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്, അല്ലെങ്കിൽ ഫ്രീ കാർബണൈൽ ഗ്രൂപ്പ് ആണ്, CO ഗ്രൂപ്പ് ആണ്, കീറ്റോ ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് മോളിക്യൂൾ വിൽ ബി റെഡ്യൂസിങ് എന്ന് പറയും. അവിടെ നമ്മൾ നോൺ റെഡ്യൂസിങ്ങിന് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത് ഏതാണ്? സുക്രോസ് ആണ് അല്ലെ? ഓക്കെ, സോ നമ്മള് ഡൈസാക്രൈഡ്സിന്റെ കേസിൽ അങ്ങനെ ഇവിടുത്തെ റൂൾ എന്താണെന്ന് വെച്ചാൽ ദാറ്റ് മോളിക്യൂൾ വിൽ ബി ഹാവിങ് എ ഹെമി അസറ്റൈൽ ഗ്രൂപ്പ്. ഹെമി അസറ്റൈൽ ഗ്രൂപ്പ് ആണ്. എന്തിന്? ആ മോളിക്യൂൾ ഒരു ഹെമി അസറ്റൈൽ ഗ്രൂപ്പ് വേണം, അത് എന്താണ്? റെഡ്യൂസിങ് ആവണമെങ്കിൽ. ഓക്കെ, ഹെമി അസറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരൊറ്റ കാർബണിൽ തന്നെ OH-ഉം OR, ഓക്കെ, ആൽക്കോക്സി ഗ്രൂപ്പും ഹൈഡ്രോക്സി ഗ്രൂപ്പും ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹെമി അസറ്റൈൽ എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ നോക്കുക, മാൾട്ടോസും ലാക്ടോസും കേട്ടോ. ഇതിന്റെ രണ്ടിന്റെയും എന്ത് നമ്മൾ പറഞ്ഞു? ലിങ്കേജസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേട്ടോ. ഈ സ്ട്രക്ചർ വെച്ച് നോക്കി നമുക്ക് കറക്റ്റ് ആ ലിങ്കേജസ് പറയാൻ പറ്റും. ഓക്കെ, ഇനി ലാക്ടോസിലാണെങ്കിൽ ഈ ഒരു കാർബണെ ശ്രദ്ധിച്ചാൽ, ഓക്കെ, ആ കാർബണിൽ തന്നെ ഒരു OH ഉണ്ട്, ആ കാർബണിൽ തന്നെ ഒരു OR ഉണ്ട് അല്ലെ? അതേപോലെ ലാക്ടോസിലാണെങ്കിൽ ഈ കാർബണിനെ ശ്രദ്ധിച്ചാൽ അതിൽ തന്നെ ഒരു OH ഉണ്ട്, അതിൽ തന്നെ ഒരു OR ഉണ്ട് അല്ലെ? സോ നമ്മളെ മാൾട്ടോസിനും ലാക്ടോസിനും എന്തുണ്ട്? ഹെമി അസറ്റൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. സോ ദേ വിൽ ബി റെഡ്യൂസിങ്. റെഡ്യൂസിങ് ബൈസാക്കറൈഡ്സ് ആരൊക്കെയാണ്? മാൾട്ടോസും ലാക്ടോസും. ഓക്കെ, ഞാൻ കുറച്ച് ഇതാണ് സുക്രോസിന്റെ സ്ട്രക്ചർ കേട്ടോ. സുക്രോസിന്റെ ഈ മോളിക്യൂൾ നോക്കിയാൽ ഇവിടെ OH-ന് പകരം എന്താണ്? CH2OH ആണ് അല്ലെ? നെക്സ്റ്റ് ഇവിടെ OR ഉണ്ട്. സോ ഒരൊറ്റ കാർബണിൽ തന്നെ ഇവിടെ എങ്ങനെയാ വന്നത്? ഒരു കാർബണിൽ OR, പിന്നെ CH2OH. ഈ കാർബണിന്റെ അടുത്ത കാർബണിലാണ് ഏതുള്ളത്? OH ഗ്രൂപ്പ് ഉള്ളത് അല്ലേ? സോ സുക്രോസിൽ ഏതില്ല? ഹെമി അസറ്റൈൽ ഗ്രൂപ്പ് ഇല്ല. സോ സുക്രോസ് എന്താണ്? നോൺ റെഡ്യൂസിങ് ആണ്. അപ്പൊ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി എന്ത്? ഡൈ രണ്ട് കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഇതാണെങ്കിൽ, ഡൈസാക്രൈഡ്സ് ആണെങ്കിൽ അതിന് റെഡ്യൂസിങ് ആവണമെങ്കിൽ അതിൽ ഹെമി അസറ്റൈൽ ഗ്രൂപ്പ് വേണം. അത് ആലോചിക്കാം. ഇവിടെ മാൾട്ടോസിലും ലാക്ടോസിലും മാത്രമേ ഹെമി അസറ്റൈൽ ഗ്രൂപ്പ് ഉള്ളൂ. സോ ദേ ബോത്ത് ആർ റെഡ്യൂസിങ് ഷുഗേഴ്സ് വൈൽ സുക്രോസ് ഇസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. അത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് പോളിസാക്കറൈഡ്സ്. പോളിസാക്കറൈഡ്സ് എന്താ നമ്മൾ പറഞ്ഞല്ലോ, എന്താണ്? എത്ര നമ്പർ ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അത്രയും വലിയ സൈസുള്ള മോളിക്യൂൾസ് ആണ് എന്ത്? പോളിസാക്കറൈഡ്സ്. ഓക്കെ, അതൊറ്റ ടേബിളിൽ തന്നെ പഠിക്കാം. അതിന് എക്സാമ്പിൾസ് നമ്മൾ നോക്കിയത് സെല്ലുലോസ്, സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ. ഇത് മൂന്നാണ് എന്ത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ സെല്ലുലോസ് പ്ലാന്റ് ബേസ്ഡ് ആണ്. അതുപോലെ സ്റ്റാർച്ചും പ്ലാന്റ് നിന്നാണ്. ഗ്ലൈക്കോജൻ അനിമൽ ആണ് അല്ലെ? ഗ്ലൈക്കോജൻ എന്താണ്? അനിമലിലെ ഗ്ലൂക്കോസിന്റെ സ്റ്റോർഡ് ഫോം ആണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് സെല്ലുലോസ് നോക്കാം. സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മോണോസാക്കറൈഡ് യൂണിറ്റ്സിന്റെ പോളിമർ ആണെന്ന് നോക്കാം. സെല്ലുലോസിലുള്ളത് ബീറ്റ ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണ്. ഓക്കെ, സെല്ലുലോസിലുള്ളത് ഏതാണ്? ബീറ്റ ഗ്ലൂക്കോസ് യൂണിറ്റ്സ്. സോ നമ്മൾ സെല്ലുലോസിനെ ഹൈഡ്രലൈസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ബീറ്റ ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണ് കിട്ടുക. ഓക്കെ, ഇനി അതിലുള്ള ലിങ്കേജ് എന്താണ്? 1,4 ലിങ്കേജ്, ബീറ്റ 1,4 ലിങ്കേജ്. ഓക്കെ, സെല്ലുലോസിലുള്ളത് ബീറ്റ 1,4 ലിങ്കേജ് ആണ്. ഏതാ കിട്ടുക? ബീറ്റ ഗ്ലൂക്കോസ് ആണ് അതില് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ബ്രാഞ്ച്ഡ് അല്ല, ലീനിയർ ആണ്. ഇതേപോലെ പോകും. ഓക്കെ, അതുകൊണ്ട് തന്നെ ബ്രാഞ്ച്ഡ് ഷേപ്പ് ഒന്നും ഇല്ല. ഓക്കെ, സോ സെല്ലുലോസിന് നോക്കിയാലോ ബീറ്റ ഗ്ലൂക്കോസ് ആണ്, അതിൽ ബീറ്റ 1,4 ലിങ്കേജ് ആണുള്ളത്, ബ്രാഞ്ച്ഡ് അല്ല. അത്ര അറിഞ്ഞാൽ മതി. ഇനി നെക്സ്റ്റ് സ്റ്റാർച്ച്. സ്റ്റാർച്ചിന് നമുക്കറിയാം രണ്ട് കോമ്പണൻസ് ഉണ്ട്. ഒന്ന് അമൈലോസും ഒന്ന് അമൈലോ പെക്റ്റിനും അല്ലെ? സ്റ്റാർച്ച് രണ്ട് കോമ്പണൻസ് ചേർന്നതാണ്. ഒന്ന് അമൈലോസ്, ഒന്ന് അമൈലോ പെക്റ്റിൻ. ഓക്കെ, ഇത് രണ്ടും ആൽഫ ഗ്ലൂക്കോസിന്റെ പോളിമേഴ്സ് ആണ്. ഓക്കെ, ഇനി അമൈലോസ് എന്ന് പറഞ്ഞാല് ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആൽഫ 1,4 ലിങ്കേജുമായി കണക്ട് ചെയ്ത ലീനിയർ സ്ട്രക്ചർ ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? അമൈലോസ് എന്ന് പറയാം. സോ അമൈലോസ് എന്ത് സ്ട്രക്ചർ ആണ്? ലീനിയർ സ്ട്രക്ചർ ആണ്. സോ
അമൈലോസ് എന്ന് പറഞ്ഞാൽ ആൽഫ 1,4 ലിങ്കേജ് ആണുള്ളത്, ലീനിയർ ആണ്, ബ്രാഞ്ചിങ് ഇല്ല. ഓക്കെ, നേരെ മറിച്ച് അമൈലോപെക്റ്റിൻ നോക്കാം. അമൈലോപെക്റ്റിൻ എന്താണ്? ആൽഫ ഗ്ലൂക്കോസ് തന്നെയാണ്, പക്ഷെ അതിൽ 1,4 ഉണ്ട് 1,6 ഉണ്ട്. എങ്ങനെ വെച്ചാൽ ആൽഫ, ഈ അമൈലോസ് ഉണ്ടല്ലോ, അമൈലോസിൽ ആൽഫ 1,4 ലിങ്കേജ് ഇല്ലേ, അതിന്റെ ഇടക്ക് ആൽഫ 1,6 ലിങ്കേജ് വഴി കുറെ ബ്രാഞ്ചസ് വന്നാണ് എന്ത്, അമൈലോപെക്റ്റിൻ. പക്ഷെ അമൈലോപെക്റ്റിന്റെ ലീനിയർ ഭാഗത്തെ ആൽഫ 1,4 ആയിരിക്കും ബോണ്ട് വരിക, പക്ഷെ ബ്രാഞ്ചസ് ഏതായിരിക്കും, ആൽഫ 1,6 ആയിരിക്കും. ഓക്കെ, പക്ഷെ അമൈലോപെക്റ്റിന് രണ്ട് ബോൺസ് ഉണ്ട്, രണ്ട് ടൈപ്പ് ബോൺസ് ഉണ്ട്. ആൽഫ 1,4 ഉണ്ട്, ആൽഫ 1,6 ഉണ്ട്. ഓക്കെ, പക്ഷെ അമൈലോപെക്റ്റിൻ എന്താണ്, ബ്രാഞ്ചഡ് ആണ്. മനസ്സിലായല്ലോ? സോ സ്റ്റാർച്ചിന് രണ്ട് കോമ്പണൻസ് ഉണ്ട്, അമൈലോസും അമൈലോപെക്റ്റിനും. അമൈലോസ് ലീനിയർ എന്താണ്, ഗ്ലൂക്കോസിന്റെ പോളിമർ ആണ്, ലിങ്ക്ഡ് ബൈ ആൽഫ 1,4 ലിങ്കേജ്. ദെൻ അമൈലോപെക്റ്റിൻ പറഞ്ഞാൽ ബ്രാഞ്ചഡ് ആണ്, ബ്രാഞ്ചഡ് പാർട്ടാണ്. അതിൽ ലീനിയർ പാർട്ടിൽ ആൽഫ 1,4 ലിങ്കേജും ബ്രാഞ്ചസിൽ ആൽഫ 1,6 ലിങ്കേജും ആണ് ഉള്ളത്. ആ ബ്രാഞ്ച് ഫോം ചെയ്യണ അവിടെ ഏതാണ്, ആൽഫ 1,6 ആണ് ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ നമുക്കറിയാം എന്താണ്, ആനിമൽസിൽ സ്റ്റോർഡ് ഫുഡിന്റെ ഫോം ആണ് അല്ലെ, സ്റ്റോർഡ് എനർജി ഫോം ആണ്. ഇനി അനിമൽസ് ഗ്ലൈക്കോജനിലുള്ളത് ആൽഫ ഗ്ലൂക്കോസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിലുള്ള ബോൺസ് ഏതൊക്കെയാണ്, ആൽഫ 1,6ഉം ആൽഫ 1,4. ഇത് നമ്മൾ അമൈലോപെക്റ്റിൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ബ്രാഞ്ചഡ് ആണ്. ഓക്കെ, സോ ഈ മൂന്ന് മോളിക്യൂൾസിന്റെയും കോമ്പണൻസ് ഏതൊക്കെയാണ് നോക്കുക, ഇതിലുള്ള ബോൺസ് ഏതൊക്കെയാണ് നോക്കുക. സെല്ലുലോസിൽ ബീറ്റ ഗ്ലൂക്കോസ് ആണുള്ളത്, അതുകൊണ്ട് തന്നെ ലിങ്കേജ് ബീറ്റ 1,4 ആണ്. സ്റ്റാർച്ചിന് രണ്ട് കോമ്പണൻസ് ഉണ്ട്, ഏതൊക്കെ, അമൈലോസ് ഉണ്ട്, അമൈലോപെക്റ്റിൻ ഉണ്ട്. അമൈലോസ് ഇസ് കോമ്പോസ്റ്റ് ഓഫ് ആൽഫ ഗ്ലൂക്കോസ്, അതുകൊണ്ട് തന്നെ അതിലുള്ള ബോണ്ട് അത് ആൽഫ, ഇവിടെ ബീറ്റ ആണ് കേട്ടോ. സെല്ലുലോസിൽ ആൽഫ 1,4 ലിങ്കേജ് മാത്രമേ ഉള്ളൂ. അമൈലോപെക്റ്റിനിൽ ആൽഫ 1,4ഉം ആൽഫ 1,6ഉം. ഗ്ലൈക്കോജനിൽ എന്താ, ആൽഫ ഗ്ലൂക്കോസ് ആണുള്ളത്, അവിടെ അമൈലോപെക്റ്റിനിലെ പോലെ തന്നെ ആൽഫ 1,4 ആൽഫ 1,6 ആണ് ഉള്ള ബോൺസ്. ഓക്കെ, സോ നമുക്ക് ഏറ്റവും അധികം ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ ഭാഗത്ത് നോക്കാനുള്ളത് കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചായിരുന്നു. അപ്പൊ അത് ഏകദേശം കഴിഞ്ഞു. മോണോസാക്രൈഡ്സും ഡൈസാക്രൈഡ്സും പോളിസാക്രൈഡ്സും അതിന്റെ ടെസ്റ്റുകളും ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞു. ഇനി അമിനോ ആസിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, ഫാറ്റ്സ് ഒക്കെയാണ് നോക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കുറെ പോയിന്റ്സിന് പക്ഷെ ഒക്കെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ ഏതായാലും മനസ്സിലാവാത്ത കാര്യങ്ങളുടെയും ഡൗട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു ഫോർ ലിസണിങ്. ബൈ.